Hi dear students, welcome to MCQ 0 to Infinity batch. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിൻ്റെ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു സാധനം പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1-ൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊഡ്യൂൾ 1-ൽ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബേസിക്സ് പഠിപ്പിക്കും. എന്താണ് ബേസിക്സ് പഠിപ്പിക്കും? ഓക്കെ, അതായത് എന്താണ് കമ്പ്യൂട്ടർ, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പഠിപ്പിക്കും? നമ്മുടെ സിലബസിലോട്ട് കിടക്കും. കിടക്കുമ്പോൾ സിലബസിൽ പറയുന്ന ഫസ്റ്റ് കാര്യം ദാറ്റ് സി പി യുവിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, എന്താണ് സി പി യു? ഓക്കെ, സി പി യുവിനെ കുറിച്ച് പഠിക്കണം. സി പി യുവിനെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് മെമ്മറിയെ കുറിച്ച് പഠിപ്പിക്കും. ഓക്കെ, എന്താണ് മെമ്മറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി, അതൊക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് IO ഡിവൈസസിനെ കുറിച്ച് പഠിപ്പിക്കും. നിങ്ങൾ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നോക്കാം എന്താണ് IO ഡിവൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, IO ഡിവൈസിനെ കുറിച്ച് പഠിപ്പിക്കും. IO ഡിവൈസിനെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം കുറേ മിസ്ലേനിയസ് ടോപ്പിക്സ്. ഓക്കെ, മിസ്ലേനിയസ് ടോപ്പിക്സ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഉള്ളത്. ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങൾ നോക്കിയേ, നമുക്ക് സി പി യു ഉണ്ട്, മെമ്മറി ഉണ്ട്, IO ഡിവൈസ് ഉണ്ട്, കുറേ ടോപ്പിക്സും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. അതാണ് ബേസിക്സ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? ബേസിക്സ് പഠിപ്പിക്കും. ഓക്കെ, ആ ബേസിക്സ് തറവായതിനു ശേഷം മാത്രമേ ഞാൻ നമ്മുടെ ഈ ടോപ്പിക്സിലോട്ട് കിടക്കുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്, ഈ മൊഡ്യൂളിൽ എന്ത് തരം ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കേണ്ടത്? എക്സാമിന് ഷുവറായിട്ട് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ബേസിക് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പ്രോബ്ലമോ ഡെറിവേഷൻസോ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, തിയറി ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബേസിക്സ്. ഓക്കെ, അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഈ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ആണ്. നിങ്ങളുടെ റിയൽ ലൈഫ്, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഈ സബ്ജക്റ്റ് പഠിക്കാം. സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ബേസിക്സ്. എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ബേസിക്സ്. അപ്പോൾ ബേസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറയാൻ പോവുകയാണ്. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, രണ്ട് നമ്പേഴ്സ് 2, 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 2 + 3 നമുക്ക് എല്ലാവർക്കും അറിയാം 5. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണ്? രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സാധനം നിങ്ങളുണ്ടാകും. നിങ്ങളൊരു ആദ്യമായിട്ടൊരു സാധനം കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്നാൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് നമ്പേഴ്സ് ഉണ്ട് 2, 3. ഓക്കെ, അത് ആഡ് ചെയ്യണം. ആദ്യം നിങ്ങളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഈ 2ഉം 3ഉം നമുക്ക് എൻ്റർ ചെയ്യണം, അല്ലേ? 2ഉം 3ഉം ആഡ് ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യണം. അതായത് 2ഉം 3ഉം നമുക്ക് ഇൻപുട്ട് ചെയ്യണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമുക്ക് 2ഉം 3ഉം എൻ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു കാൽക്കുലേറ്ററാണ്. ഇതിൽ 2ഉം 3ഉം എൻ്റർ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? നോക്കി, കീസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു സാധനം, നിങ്ങളൊരു എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ 2ഉം 3ഉം എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു സ്പേസ് വേണം, അല്ലേ? ടൈപ്പിംഗ് സാധനം വേണം. അതിന് നമ്മൾ സാധാരണ എന്താ പറയുന്നത്? കീബോർഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു കീബോർഡ് വേണം, അല്ലേ? ഏത് ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുണ്ട് ഒരു കീബോർഡ് വേണം. എന്തിനാണ്? ടൈപ്പ് ചെയ്യാൻ, അല്ലേ? ദാറ്റ് ഈസ് യു ആർ ഗിവിങ് ഇൻപുട്ട്, അല്ലേ? ദാറ്റ് ഈസ് യു ആർ ഗിവിങ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കീബോർഡിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം? ഈ കീബോർഡിനെ എന്ത് വിളിക്കാം? ദാറ്റ് കീബോർഡ് ഈസ് കോൾഡ്, എന്താണ് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ്. എന്താണ്? ഇൻപുട്ട് ഡിവൈസ്. ഡൗട്ട് ഉണ്ടോ? ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് എന്താണ്? 5. ഈ 5 നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനും ഒരു സാധനം വേണം, അല്ലേ? സാധാരണ നമ്മൾ കാണുന്നത് എന്താ? ഡിസ്പ്ലേ അല്ലെങ്കിൽ മോണിറ്റർ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു മോണിറ്റർ വേണം, അല്ലേ? മോണിറ്റർ വേണം. ഓക്കെ, അപ്പോൾ മോണിറ്ററിൻ്റെ പർപ്പസ് എന്താ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അല്ലേ? നമ്മൾ പറഞ്ഞ ടേം എന്താണ്? ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട്. ആ റിസൾട്ട് കാണാൻ പറ്റണം. അപ്പോൾ മോണിറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്പുട്ടാണ്, അല്ലേ? റിസൾട്ടാണ് കാണുന്നത്. സോ മോണിറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം? ഒരു കീബോർഡും വേണം, മോണിറ്ററും വേണം. അതായത് ഇൻപുട്ട് ഡിവൈസും വേണം, ഔട്ട്പുട്ട് ഡിവൈസും വേണം. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒറ്റ പേര് പറയാം. ശ്രദ്ധിച്ചേ, നോക്കിയേ, ഇത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, ഇൻപുട്ടിൻ്റെ ഐയും, നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇൻപുട്ടിൻ്റെ ഐയും ഔട്ട്പുട്ടിൻ്റെ ഓയും കൂടെ ചേർത്തിട്ട് നമ്മൾ എഞ്ചിനീയേഴ്സ് പറയുന്ന രീതി കണ്ടോ? IO ഡിവൈസ്. കണ്ടോ? IO ഡിവൈസ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് IO ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും കൂടെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് IO ഡിവൈസ്. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻപുട്ട് ചെയ്യാനും പഠിച്ചു, അല്ല? ഇൻപുട്ട് ചെയ്യാൻ കീബോർഡ് ഉണ്ടെന്ന് പഠിച്ചു, കാണാനായിട്ട് മോണിറ്റർ ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ആര് ആഡ് ചെയ്യും? കീബോർഡ് ആഡ് ചെയ്യുമോ? ഇല്ല. മോണിറ്റർ ആഡ് ചെയ്യുമോ? ഇല്ല. അതായത് ആ പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്യണം, അല്ലേ?
പണി ചെയ്യണം. ആര് ചെയ്യും? കീബോർഡ് ചെയ്യില്ല, മോണിറ്റർ ചെയ്യില്ല. അപ്പോൾ ആരാണ് ആ പണി ചെയ്യുന്നത്? പണി ചെയ്യാനായിട്ട് നമുക്കൊരാൾ വേണം. ആ പണിക്കാരൻ, അല്ല ഞാനിവിടെ മലയാളത്തിൽ തന്നെ എഴുതുവാണ്, എല്ലാവർക്കും മലയാളം വായിക്കാൻ അറിയോ? പണിക്കാരൻ, പണി ചെയ്യുന്ന ആൾ. ഇവിടുത്തെ പണി എന്താണ്? ഇവിടുത്തെ പണി എന്ന് പറയുന്നത് അഡിഷൻ, അല്ലേ? ഓപ്പറേഷൻ, അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം. സോ പണി ചെയ്യുന്ന ആളിനെ നമുക്ക് ഒരു പണിക്കാരൻ എന്ന് വിളിക്കാം. ദാറ്റ് പണിക്കാരൻ്റെ പേരാണ് CPU. CPUവിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ തന്നെ എഴുതി വെച്ചാൽ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, പ്രോസസ്സിംഗ് യൂണിറ്റ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് ലോക്കലായിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ എഴുതുവാണ് എന്താണ്? പണിക്കാരൻ. ഓക്കെ, പണിക്കാരൻ പണിക്കാരൻ എന്ന് പറയുന്ന വേർഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ജോലി ചെയ്യുന്ന ആൾ, എന്താണോ ജോലി ചെയ്യുന്ന ആ ആളിനെ വിളിക്കുന്ന പേരാണ് പണിക്കാരൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനെല്ലാം ഒരു ബ്ലോക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പണി ചെയ്യുന്ന ആൾ. ഇവിടുത്തെ പണി എന്താണ്? അഡിഷൻ. 2 നമ്പറിന് ആഡ് ചെയ്യുന്ന ആളാരാണ്? CPU. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്ലോക്ക് വരയ്ക്കുവാണ്. ദാറ്റ് ഈസ് CPU, ഫസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, CPU. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്? IO ഡിവൈസ്, ഇൻപുട്ട് ചെയ്യാനും കാണാനും വേണ്ട ഡിവൈസ്. സോ IO ഡിവൈസ്. ഓക്കെ, IO ഡിവൈസ്. ഓക്കെ, IO ഡിവൈസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ CPU ആണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായി. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, CPUവിനോട് നമുക്ക് പറയാൻ പറ്റുമോ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു? അല്ലേ? ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിനോടാണെങ്കിൽ നിങ്ങളോട് പറയാം 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് CPUവിനോട് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പറയുന്നതിന് പകരം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, അല്ലേ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതായത് CPUവിന് മനസ്സിലാകുന്ന രീതിയിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സൈഡിൽ എഴുതുകയാണ് എന്താണ്? ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ ആണെന്ന് വെച്ചോ. നിങ്ങളൊരു കുഞ്ഞ് കടയിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ആ കുഞ്ഞു കടയിൽ നിൽക്കുന്ന സെയിൽസ് പേഴ്സണ് CPUവിനോട് പറയാൻ പറ്റുമോ? ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ CPUവിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുന്ന എഞ്ചിനീയേഴ്സിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻസ് പറയണം, അല്ല? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഡൗട്ട് ഉണ്ടോ? അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ജോലി ചെയ്യാനുള്ള ആളായി, ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് കാണാനുള്ള ആളായി. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഈ ഇൻസ്ട്രക്ഷൻസ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ടേ? അല്ലെ, നമ്മുടെ വീട്ടിൽ സ്റ്റോർ റൂം ഉണ്ട്. അതുപോലെ ഈ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ, അല്ലെ, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ പറയും മെമ്മറി. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് വേണം. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് മെമ്മറി. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? മെമ്മറി. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്ലോക്ക് വരയ്ക്കാം. എന്താണ്? ഇവിടെ ഒരു ബ്ലോക്ക് വരയ്ക്കുന്നു. സോ ഇറ്റ് ഇസ് മെമ്മറി. ഓക്കെ, മെമ്മറി. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? CPU എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഇൻസ്ട്രക്ഷൻസ് ആണ്. CPU ഇതൊക്കെ ചെയ്യുക, ആ ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി. ഇതാ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, പണി ചെയ്യുന്ന ആളാരാണ്? ഇത്. ഓക്കെ, ഇൻപുട്ട് ചെയ്യുന്ന ആളാരാണ്? ഇത്. ഔട്ട്പുട്ട് കാണിക്കുന്ന ആരാണ്? ഇത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ആ ഡിവൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലേ? അവസാന സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ചെയ്യുന്ന ആളിവിടെ ഇരിപ്പുണ്ട്, അല്ലേ? പക്ഷേ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ല. കാരണം എന്താ? എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ എന്ത് ജോലി ചെയ്യണമെന്ന് അറിയണം, CPU അറിയണം. സോ ഇത് തമ്മിലൊരു കണക്ഷൻ വേണം. ആണോ? ഇത് തമ്മിലൊരു കണക്ഷൻ ഉറപ്പായിട്ടും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുകയും CPU ജോലി ചെയ്യുന്ന ആളും ഇതും തമ്മിൽ കണക്ഷൻ വേണം. കാരണം എന്താ? നിങ്ങൾക്ക് 2+3 ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾ 2 എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊടുക്കണം, 3യും ഇങ്ങോട്ടും കൊടുക്കണം. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത് തമ്മിലും ഒരു കണക്ഷൻസ് വേണം. സോ വി ക്യാൻ ഡ്രോ ദ കണക്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഈ കണക്ഷൻസ് വരച്ചു. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതേപോലെ തന്നെ നോക്കിയേ, ഒരു കണക്ഷൻ ഇങ്ങോട്ടും വരച്ചു. ഡൗട്ട് ഉണ്ടോ? ഈ കണക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ദിസ് കണക്ഷൻ ലിങ്ക്. ഇതിനൊരു പേര് വിളിക്കാം. എന്താണ്? കണക്ഷൻ ലിങ്ക്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബസ്. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് KSRTC ബസ് എന്ന് കേൾക്കണം. അവിടുത്തെ ബസ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയേ. അവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ സ്കൂൾ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കിയേ, ശ്രദ്ധിച്ച്, നിങ്ങളുടെ സ്കൂള്, കോളേജ്. ബസ് എന്താ ചെയ്യുന്നത്? നിങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ. അതേ പർപ്പസ് തന്നെയാണ് ഇവിടെ ബസ്സിൻ്റെ പർപ്പസ്. ഏതാണ് ബസ് എന്ന് പറഞ്ഞാൽ? ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ബസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ വേണമെങ്കിൽ എഴുതാം. ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റിംഗ് ലിങ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ബസ്സിൻ്റെ പർപ്പസ് എന്താ? നോക്കിയേ, ഈ മെമ്മറിയിലിരിക്കുന്ന ഇൻഫർമേഷനെ എവിടെ എത്തിക്കുക? CPU എത്തിക്കുക, അല്ലെങ്കിൽ CPU ഇരിക്കുന്ന ഇൻഫർമേഷനെ ഇവിടെ എത്തിക്കുക. ഡൗട്ട് ഉണ്ടോ? ഇതാണ് ആ കണക്ഷൻ ലിങ്ക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബസ്. കണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി, അല്ലേ? നിങ്ങളിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഈ സിസ്റ്റം എന്താണ്? ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ സിസ്റ്റം. ഞാനൊരു ഒറ്റ സിംഗിൾ ബോക്സിനകത്ത് വരയ്ക്കാം. കണ്ടോ?
അപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റത്തിൽ വേണ്ട ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ്? കീബോർഡ്, മോണിറ്റർ, അതായത് കമ്പൈൻ ചെയ്ത IO ഡിവൈസ് വേണം. അതുപോലെ ജോലി ചെയ്യാൻ, ആ അഡിഷൻ പ്രോസസ്സ് ചെയ്യാൻ ആര് വേണം? CPU വേണം. ഓക്കെ, CPU എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലേ? CPU എന്ത് ചെയ്യണം? ചിലപ്പോൾ അഡിഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, എന്ത് വേണം? ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. ഇത് തമ്മിലൊരു കണക്ഷൻസ് വേണം. ആ കണക്ഷനെ വിളിക്കുന്ന പേരാണ് ബസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇതാണ് നിങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റം. ഈ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 2 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ. ഡൗട്ട് ഉണ്ടോ? ഈ സിസ്റ്റത്തിനെ നമുക്കൊരു ജനറൽ നെയിം പറയാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഡൗട്ട് ഉണ്ടോ? ദിസ് ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചത് എന്താണ്? ബേസിക്സിൽ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ ഹെഡിങ് ഇവിടെ എഴുതാം. എന്താണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് പഠിച്ച ബേസിക്സ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഇനി ഏത് ഉറക്കത്തിൽ നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിൽ ബേസിക്കായിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും? CPU ഉണ്ടായിരിക്കും അല്ലേ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിക്കും. മെമ്മറി ഉണ്ടായിരിക്കും, അതുപോലെ IO ഡിവൈസ്. ഇതാണ് ബേസിക് റിക്വയർമെൻറ്റ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ബേസിക്സ്, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ആർ ദ ഓപ്പറേഷൻ. നിങ്ങളൊരു സിസ്റ്റം പഠിച്ചു, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം പഠിച്ചു അല്ലേ? ഇനി അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഇൻ എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്പറേഷൻസ് പറയാൻ സമയത്ത് ഞാൻ ആദ്യം നമ്മുടെ ബേസിക് കമ്പോണൻസ് വരയ്ക്കാം. ഏതൊക്കെയാണ് ബേസിക് കമ്പോണൻസ്? ഫസ്റ്റ് നമുക്കൊരു CPU ഉണ്ട്. ഓക്കെ, മറക്കരുത്, CPU ഉണ്ട്. CPU കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട്? ഒരു മെമ്മറി ഉണ്ട് അല്ലേ? മെമ്മറി ഉണ്ട്. ഓക്കെ, മെമ്മറി ഉണ്ട്. പിന്നെ നമുക്ക് അതുപോലെ എന്തുണ്ട്? IO ഡിവൈസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? IO ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കായിട്ട് 2 ഓപ്പറേഷൻസ് ആണുള്ളത്. ഓക്കെ, ആ 2 ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓപ്പറേഷൻ വിളിക്കുന്ന പേര് റീഡ് ഓപ്പറേഷൻ, രണ്ടെന്ന് പറയുന്നത് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിൽ 2 ഓപ്പറേഷൻസ് ആണുള്ളത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിയേ, നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുവാണ്. ഇതാണ് നിങ്ങളുടെ ന്യൂസ് പേപ്പർ. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുവാണ്. ആക്ച്വലി ന്യൂസ് പേപ്പർ വായിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? റീഡിങ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ന്യൂസ് പേപ്പറിൽ ഉള്ള കണ്ടൻറ്റ്, ഇൻഫർമേഷനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ റീഡ് ചെയ്യുന്നു, അതായത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് കൊണ്ടുവരുന്നു. കണ്ടോ? ദിസ് പ്രോസസ് കോൾഡ് റീഡിങ്. എന്താണ്? ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന സാധനത്തിൽ നമ്മൾ വായിക്കുന്നു, ദാറ്റ് ഇസ് റീഡിങ് അല്ലേ? എങ്ങോട്ട് കൊണ്ടുവരുന്നു? നിങ്ങളുടെ ബ്രെയിനിലോട്ട് കൊണ്ടുവരുന്നു. അതേ എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഇവിടെ മെമ്മറിയിൽ എന്തുണ്ട്? ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ? ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ആ ഇൻഫർമേഷൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? CPU-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതാം? റീഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ക്ലിയർ ആയോ? ഇതാണ് റീഡ് ഓപ്പറേഷൻ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഈ മെമ്മറിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? അല്ല, നമുക്ക് എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം? ഈ ഡിവൈസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. കൊണ്ടോ? ഇവിടെ നമ്മൾ പത്രത്തിൽ നിന്ന്, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ എങ്ങോട്ട് എത്തിക്കുന്നു? ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? റീഡിങ്. സെയിം പ്രോസസ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഈസ് ഓൾസോ റീഡ് ഓപ്പറേഷൻ. ഓക്കെ, കണ്ടോ? റീഡ് ഓപ്പറേഷൻ, റീഡ്. അങ്ങനെയാണ് നിങ്ങൾ ഡെഫിനിഷനായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. എന്താണ് റീഡ് ഓപ്പറേഷൻ? റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അല്ലേ? ഇൻഫർമേഷൻ എന്തോ ആയിക്കോട്ടെ. നോക്കിയേ, ഇവിടെ ന്യൂസ് പേപ്പറിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അതുപോലെ മെമ്മറിയിലൊരു ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഒന്നുകിൽ മെമ്മറിയിൽ നിന്ന് CPU-ലോട്ടോ അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്ന് CPU-ലോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം എവിടെന്നാ പറഞ്ഞേ? ഫ്രം എവിടെന്നാ? ഒന്നുകിൽ മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ. ഓക്കെ, ഫ്രം മെമ്മറി അല്ലെങ്കിൽ അതായത് സ്ലാഷ് ഇട്ട് IO ഡിവൈസ് എന്താണ്? IO ഡിവൈസ് ടു എങ്ങോട്ടാ? പറഞ്ഞേ, ടു എങ്ങോട്ടാ? ദാറ്റ് ഇസ് CPU, റൈറ്റ്? ടു CPU. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഓക്കെ, റീഡ് ഓപ്പറേഷൻ. അപ്പോൾ റീഡ് ഓപ്പറേഷൻ മനസ്സിലായോ? അത് മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യാം, മെമ്മറിയിൽ നിന്നും നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്നും വായിക്കാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ റീഡ് ഓപ്പറേഷൻ ക്ലിയർ ആയി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഓപ്പറേഷൻ എന്താണ്? നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേഷൻ റൈറ്റ്. ഓക്കെ,
റൈറ്റ് ഓപ്പറേഷൻ. നിങ്ങൾ തന്നെ പറഞ്ഞേ, നമ്മൾ നോക്കി നിങ്ങളിതാ ഒരു പേപ്പർ എടുത്തു, ഒരു ബുക്ക് എടുത്തു അല്ലേ, ബുക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നിങ്ങളിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ബുക്കിലോട്ട് ഇൻഫർമേഷൻസ് നിങ്ങൾ എഴുതുന്നു. മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമ്പോൾ റൈറ്റിംഗ്, റൈറ്റ്? ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതുന്നു. അതായത് നിങ്ങളുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ എങ്ങോട്ട് എഴുതുന്നു? ന്യൂസ് പേപ്പറിലോട്ട് എഴുതുന്നു. കണ്ടോ, നിങ്ങളുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ ന്യൂസ് പേപ്പറിലോട്ട് എഴുതുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ദാറ്റ് ഇസ് വി ആർ ഹാവിങ് CPU ആൻഡ് വി ആർ ഹാവിങ് മെമ്മറി ആൻഡ് വി ആർ ഹാവിങ് IO ഡിവൈസ്. ഓക്കെ, IO ഡിവൈസ്. ഓക്കെ, പറഞ്ഞേ എന്താണ് റൈറ്റ് ഓപ്പറേഷൻ? റൈറ്റ് ഓപ്പറേഷൻ കണ്ടോ, നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് എഴുതുന്നു? ബുക്കിലോട്ട് എഴുതുന്നു. സോ സിമിലർലി CPU എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തേ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ CPUവിൽ നിന്ന് ഇൻഫർമേഷൻ എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം? മെമ്മറിയിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ IO ഡിവൈസിലും ട്രാൻസ്ഫർ ചെയ്യാം. സോ യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്, റൈറ്റ്? ആൻഡ് കണ്ടോ, ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഈസ് കോൾഡ് റൈറ്റ് ഓപ്പറേഷൻ, റൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്താണ് റൈറ്റ് ഓപ്പറേഷൻ ഡെഫിനിഷൻ? എന്താണ് റൈറ്റ് ഓപ്പറേഷൻ? റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ആണ്? എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണ്? CPUവിൽ നിന്ന്. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ് ഈസ് CPUവിൽ നിന്ന് ഇൻഫർമേഷൻ എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം? ഒന്നുകിൽ മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ IO ഡിവൈസിലോട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഡൗട്ട് തോന്നും, സാർ എന്താണ് ഈ ഇൻഫർമേഷൻ? പത്രത്തിലാണെങ്കിൽ പല കാര്യങ്ങൾ കിട്ടും. സ്പോർട്സ് ന്യൂസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഫിലിം ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സാധാരണ ന്യൂസ് ഉണ്ട്. അപ്പം ഇൻഫർമേഷൻ എന്താണെന്ന് പഠിപ്പിച്ചു തരാം, പേടിക്കേണ്ട. ഓക്കെ, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? എങ്ങോട്ടാ പറഞ്ഞേ? ഫ്രം CPU ടു എങ്ങോട്ടാ? മെമ്മറിയിലോട്ടോ IO ഡിവൈസിലോട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം, ഫ്രം CPU ടു മെമ്മറി ഓർ IO ഡിവൈസ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ബേസിക് ഓപ്പറേഷൻസ് കഴിഞ്ഞു. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ നമുക്ക് നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലേ. ഒന്നുകിൽ റീഡ് ചെയ്യാം. എവിടെ നിന്നൊക്കെ റീഡ് ചെയ്യാം? മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, IO ഡിവൈസിൽ നിന്നും ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാം, CPUവിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മെമ്മറിയിലോട്ടും റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ IO ഡിവൈസിലോട്ടും റൈറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെന്ന് ആലോചിക്കുക, ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലേ. എന്തൊക്കെ പ്രോസസ്സുകളാണ്? നോക്കി, റീഡ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അത് എന്തൊക്കെയാവാം? മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം അല്ലേ, മെമ്മറി റീഡ് വരാം, അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്ന് വരാം. അപ്പോൾ തന്നെ രണ്ട് പ്രോസസ്സായി. ശ്രദ്ധിച്ചേ, രണ്ട് പ്രോസസ്സ് കണ്ടോ. മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യാം, IO ഡിവൈസിൽ നിന്നും റീഡ് ചെയ്യാം, രണ്ട് പ്രോസസ്സ്. ഇനി റൈറ്റ് ഓപ്പറേഷൻ നോക്കിയേ, CPUവിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് റൈറ്റ് ചെയ്യാം. അപ്പോൾ 4 പ്രോസസ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം നമുക്ക് കറക്റ്റ് സമയത്ത് നടക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, നമ്മളൊരു ട്രാഫിക് സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ട്, അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് ഉണ്ട്. എന്താ ചെയ്യുന്നത്? ട്രാഫിക് പോലീസ് സിഗ്നൽ തരും, അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് സിഗ്നൽ തരും, ഇങ്ങോട്ട് പോയിക്കോ, അങ്ങനെ ഒരു സിഗ്നൽ തരുന്നത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എല്ലാവരും കൂടെ ഒരേ സമയത്ത് പോയി ഇടിച്ച് കൂട്ടി നിൽക്കും. അതുപോലെ ഇവിടെയും നമുക്ക് ഒരുപാട് പ്രോസസ്സുകളുണ്ട്, 4 പ്രോസസ്സുണ്ട്. ഈ 4 പ്രോസസ്സിനെ സിങ്ക്രണൈസ് ചെയ്യണം, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ശ്രദ്ധിച്ചേ, എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഒരുമിച്ച് എല്ലായിടത്തും ഇങ്ങനെ റീഡും എല്ലാം ചെയ്യുവാണ്, പ്രശ്നങ്ങളാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രോസസ്സുകളെല്ലാം 4 ഓപ്പറേഷൻസ് ഉണ്ട്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, IO ഡിവൈസ്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാം, IO ഡിവൈസിൽ റൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 പ്രോസസ്സുകളെയും കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സിങ്ക്രണൈസ് ചെയ്യുക. ഓക്കെ, എന്താണ് ആ വേർഡിൻ്റെ മീനിങ്? സിങ്ക്രണൈസ്. ഓക്കെ, സിങ്ക്രണൈസ്. ഓക്കെ, അപ്പോൾ സിങ്ക്രണൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിഗ്നൽ വേണം. ദാറ്റ് സിഗ്നൽ ഈസ് കോൾഡ് കൺട്രോൾ സിഗ്നൽ. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കൺട്രോൾ സിഗ്നൽ എന്താണ്? കൺട്രോൾ സിഗ്നൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ബേസിക് സിഗ്നൽ. ഓക്കെ, കൺട്രോൾ സിഗ്നൽ. ട്രാഫിക് പോലീസ് പറയും, ഇങ്ങോട്ട് പോയിക്കോ. അതുപോലത്തെ സിഗ്നലാണ് കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തന്നെ പറഞ്ഞേ എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ കൺട്രോൾ സിഗ്നൽ? CPU പറയാണ് റീഡ്. ഓക്കെ, CPU പറയാണ് റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനെ റീഡ് ചെയ്യണം ആണേ. അപ്പോൾ അപ്പോൾ ഫസ്റ്റ് സിഗ്നൽ എന്തായിരിക്കും? കൺട്രോൾ സിഗ്നൽ എന്തായിരിക്കും? റീഡ് എന്ന് പറയുന്ന സിഗ്നൽ. ഓക്കെ, റീഡ് എന്ന് പറയുന്ന സിഗ്നൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റീഡ് എന്ന് പറയുന്ന സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ആ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ CPU പറയുവാണ് റീഡ്, ട്രാഫിക് പോലീസ് പറയുന്നത് CPU പറയാണ് റീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഉടനെ ഒന്നുകിൽ മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ റീഡ് സിഗ്നൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ്സ് ദിസ് സിഗ്നൽ എന്താണ്? ദിസ് സിഗ്നൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ
ട്രാൻസ്ഫർ ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? ഫ്രം മെമ്മറിയിൽ നിന്നോ അതോ IO ഡിവൈസിൽ നിന്നോ എന്ത് ചെയ്യുക? ഫ്രം മെമ്മറി ടു എങ്ങോട്ടാ? CPU. ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CPU റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഇതാണ് ഫസ്റ്റ് കൺട്രോൾ സിഗ്നൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺട്രോൾ സിഗ്നൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞ എന്താണ്? റൈറ്റിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. റൈറ്റ് CPU പറയാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താ? CPUവിൽ നിന്ന്, ശ്രദ്ധിച്ചേ, CPUവിൽ നിന്ന് ഈ രണ്ട് ഡിവൈസിലോട്ടും ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ്. ഓക്കെ, ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് എന്താണ്? ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാ? പറഞ്ഞേ, എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഫ്രം CPU ടു മെമ്മറിന്നോ IO ഡിവൈസിൽ നിന്നോ? ഓക്കെ, ഫ്രം CPU ടു മെമ്മറിയോ IO ഡിവൈസ്. ഓക്കെ, അപ്പോൾ രണ്ട് കൺട്രോൾ സിഗ്നൽ പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിക്കേ, CPU പറയുന്നത് റീഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ? എവിടെ നിന്നൊക്കെ റീഡ് ചെയ്യാം? മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യാം, IO ഡിവൈസിൽ നിന്നും അറിയാം. CPU പറയുന്നത് റൈറ്റ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിലോട്ടും റൈറ്റ് ചെയ്യാം, IO ഡിവൈസിനും. അപ്പം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു സിഗ്നലും കൂടെ ഉണ്ട്. ആ സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് മെമ്മറി ബാർ IO ഡിവൈസ്. ഓക്കെ, ക്ലിയർ? CPU പറയുകയാണ് മെമ്മറി റീഡ്. ഓക്കെ, CPU എന്താ പറയുന്നത്? മെമ്മറി റീഡ്. ഓക്കെ, അപ്പോൾ തന്നെ റീഡ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എല്ലാം ഇവർ മനസ്സിലാക്കുക. റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? CPU ഇൻഫർമേഷൻ എത്തിക്കുക ആണേ. മെമ്മറി റീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മെമ്മറിയിൽ നിന്ന് എടുത്തു വരിക. കണ്ടോ? ഡൗട്ടുണ്ടോ? ഇനി പറയണം IO റീഡ് എന്ന് പറയണം. CPU പറയണം IO റീഡ്. IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, റീഡ് എന്ന് പറഞ്ഞാൽ CPU കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരണം? IO ഡിവൈസിൽ നിന്ന് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി ഓർ IO ഡിവൈസ് എന്ന് പറയുന്ന സിഗ്നൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പറയുകയാണ് മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കുക, IO ഡിവൈസ് എന്ന് പറഞ്ഞാൽ IO ഡിവൈസിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് whether the information is transferred from memory ഓർ എന്താണ് IO ഡിവൈസ്. നിങ്ങളുടെ നല്ല ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് മനസ്സിലായോ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു? റീഡ് ഓപ്പറേഷൻ ഉണ്ട്, റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? കൺട്രോൾ സിഗ്നൽ വേണം. അപ്പോൾ കൺട്രോൾ സിഗ്നലിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എഴുതുന്നു? ടു സിങ്ക്രണൈസ് ദ ബേസിക് ഓപ്പറേഷൻ. എവിടുത്തെ ഓപ്പറേഷനാണ്? നമ്മുടെ വീട്ടിലെ ഓപ്പറേഷനാണോ? അല്ല, എവിടെയാണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഡൗട്ടുണ്ടോ? ഇല്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ബേസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റം. ശ്രദ്ധിച്ചേ, കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റം നമ്മൾ നോക്കി. അതിലെന്താണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ നടക്കുന്നു? റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കൺട്രോൾ സിഗ്നൽ? ഓക്കെ, ഇവിടെ എല്ലാം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഫ്രം മെമ്മറിന്നോ അല്ലെങ്കിൽ IO ഡിവൈസ്. ഇപ്പോൾ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഫർമേഷൻ. അവിടെ എല്ലാം ഞാൻ ഉപയോഗിച്ചൊരു വേർഡുണ്ട്, ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ? ഓക്കെ, ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ നോക്കാം. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലെയർ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു VLC പ്ലെയർ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. VLC പ്ലെയറിൽ നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമ്മളൊരു സിനിമ കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു VLC പ്ലെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു VLC പ്ലെയർ ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ക്ലിക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യണം. ഉടനെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു വലിയ സ്ക്രീൻ VLC പ്ലെയർ ഓണായി വരും. VLC പ്ലെയർ ഓണായി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങളിവിടെ VLC പ്ലെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ വിൻഡോ വരുന്നു. അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് നടക്കണമെന്ന് ഒരു ഇൻസ്ട്രക്ഷൻസ് അവിടെ എന്തുണ്ട്? ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ്, അവിടെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്.
ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ നോക്കിയാൽ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സിനിമ പ്ലേ ചെയ്യിക്കും ആണേ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ നിങ്ങൾ പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? ഒരു വീഡിയോ ഉണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇൻസ്ട്രക്ഷൻ, ആ വേർഡ് മനസ്സിലായോ? ഇൻസ്ട്രക്ഷൻ, കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളൊരു സോങ് ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ സോങ്, ഇതെല്ലാം കാണും. ഈ വീഡിയോനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നു? ഡേറ്റ. ഡൗട്ട് ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ വരാം. എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻസും വരാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തും വരാം? ഡേറ്റയും വരാം. നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ പ്ലേ ചെയ്യുന്ന സോങ്, നിങ്ങളിപ്പോൾ ആലോചിക്കും, നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളൊരു സിനിമ കോപ്പി ചെയ്തു. ആ സിനിമ ഇപ്പോൾ എന്താണ്? ഡേറ്റയാണ്. ആ സിനിമയെ വിളിക്കുന്ന പേരാണ് ഡേറ്റ, അല്ലെങ്കിൽ ആ വീഡിയോ ഫയലിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ. നിങ്ങൾ കോപ്പി ചെയ്തു, എന്നിട്ട് നിങ്ങൾ VLC പ്ലെയർ ഉപയോഗിച്ച് പ്ലേ ചെയ്യുന്നു ആണോ? അപ്പോൾ അവിടെ പ്ലേ ചെയ്യാൻ എന്ത് വേണം? ഇൻസ്ട്രക്ഷൻസ് വേണം. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, ഡേറ്റ. ഇനി ഇങ്ങോട്ട് മേലോട്ട് വന്നേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി ഓർ IO ഡിവൈസ് ടു CPU. മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നേ പറഞ്ഞോളൂ. ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇൻഫർമേഷന് പകരം എന്ത് പറയാം? ഇൻസ്ട്രക്ഷൻസ് ആകാം, ഡേറ്റ ആകാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസും ആകാം, ഡേറ്റ ആകാം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസും ഡേറ്റ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. 2 + 3. ഓക്കെ, 2 + 3. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഓക്കെ, എന്താണ്? അഡിഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏതാ ഡേറ്റ എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വീഡിയോ ആയിരുന്നു ഡേറ്റ. ഇവിടുത്തെ ഡേറ്റ ഏതാണ്? ഡേറ്റ എന്ന് പറയുന്നത് ഈ 2ഉം 3ആണ് ഡേറ്റ. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ് എന്താണ് ഡേറ്റ. ഇവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? 2ഉം 3ഉം. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത്? അഡിഷൻ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കുഞ്ഞ് എക്സാമ്പിൾ എഴുതാം. അഡിഷൻ നമുക്ക് എന്താ പറയുക? ആഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻസ്ട്രക്ഷൻ എഴുതണം, ആഡ് A, B. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്താണ്? രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഈ 2ഉം 3ഉം എന്താണ്? ദാറ്റ് ഈസ് ഡേറ്റ. ക്ലിയർ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്, ഇനി അങ്ങോട്ട് നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ എന്നൊക്കെ കേൾക്കും. അപ്പോൾ പേടിക്കരുത്. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? അഡിഷൻ എന്ന് പറയുന്ന ജോലി ചെയ്യണം. അതെങ്ങനെ എഴുതിയിട്ടുണ്ട്? ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചു. ഇതെന്താണ്? ഡേറ്റ. ക്ലിയർ? ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, അപ്പം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് CPU-നെ കുറിച്ച് പറയാം. നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഡൗട്ട് എന്താണ് സാർ ഈ മെമ്മറി? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് മെമ്മറി. വാട്ട് ഡു യു മീൻ ബൈ മെമ്മറി? ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് മെമ്മറി. ഓക്കെ, വളരെ സിമ്പിളാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെയിനിന് മെമ്മറി ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ? നമുക്ക് ഇൻഫർമേഷൻ, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ഹാർട്ടിലോട്ടാണ് പോകുന്നത്? അല്ല, നിങ്ങളുടെ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് യു ആർ സ്റ്റോറിങ് ഇൻഫർമേഷൻ. അപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സ്റ്റോർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്. ഓക്കെ, സ്റ്റോർ ഇൻഫർമേഷൻ. ഓക്കെ, ടു സ്റ്റോർ അല്ലേ ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഇനി ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധാരണ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ട, നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. ഇൻഫർമേഷൻ എന്തൊക്കെയാകാം? ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ആകാം. ശ്രദ്ധിച്ച്, ഇൻസ്ട്രക്ഷൻ ആകാം, ഡേറ്റ ആകാം. അപ്പോൾ ഞാനൊന്ന് റബ്ബ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എഞ്ചിനീയേഴ്സായി അല്ലേ? നമ്മൾ എഞ്ചിനീയേഴ്സായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ലാംഗ്വേജ് മാറ്റി ടു സ്റ്റോർ. എന്താണ് മെമ്മറി? ടു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് എന്താണ്? ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് എന്താണ്? ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ശ്രദ്ധിച്ച്, ഈ 2ഉം 3 എന്ന് പറയുന്ന ഡേറ്റയും ഈ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഒരു റിയൽ ലൈഫ് അനലോഗി പറയാം. നമുക്കൊരു ഹൗസിംഗ് കോളനി എടുക്കാം. ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വീടുണ്ട് അല്ലേ? ഹൗസിംഗ് കോളനി. സോ ഐ എം കൺസിഡറിങ് എ ഹൗസിംഗ് കോളനി. ഓക്കെ, നോക്കി, ഞാനൊരു ഹൗസിംഗ് കോളനി കൺസിഡർ ചെയ്യുന്നു. അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് വീടുണ്ട്. ഓക്കെ, ഒരുപാട് വീടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഹൗസിംഗ് കോളനി. ഓക്കെ, ശ്രദ്ധിച്ചേ, ഓരോ വീട്ടിലും എന്തുണ്ട്? ആൾക്കാരുണ്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് വീട്ടിൽ 8 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 8 ആൾക്കാരെ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ നമുക്ക് 8 ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് വീടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഹൗസിംഗ് കോളനി ഉണ്ട്. ഇതാണ് ഒരു ഹോം അല്ലേ? ഇത് ഫസ്റ്റ് നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് വീട്. ഇത് സെക്കൻഡ് നമ്പർ, ഹൗസ് നമ്പർ 2, ഹൗസ് നമ്പർ 3, ഹൗസ് നമ്പർ 4. കണ്ടോ? അപ്പോൾ ഈ ഹൗസിൽ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്.
ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഇതുപോലെ തന്നെ നമുക്ക് മെമ്മറിയും കൺസിഡർ ചെയ്യാം. സോ മെമ്മറി ഈസ് കൺസിഡർ എ ഹൗസിംഗ് കോളനി. ഏതാണ് നമ്മുടെ റിയൽ ലൈഫ് അനലോഗിയായിട്ട് മെമ്മറി. ഇത് നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഹൗസിംഗ് കോളനിയിൽ ഒരുപാട് വീടുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാം. സോ വി ക്യാൻ സ്പ്ലിറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ്, ഓക്കെ, ഇതെന്താണ്? ദിസ് ഈസ് മെമ്മറി, റൈറ്റ്? മെമ്മറി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വീടുണ്ട്, അതുപോലെ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് അല്ലേ? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ. എന്തൊക്കെ ഇൻഫർമേഷനാണ്? ഇൻസ്ട്രക്ഷനും ഡേറ്റയും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇവിടെ നമ്മൾ എന്ത് വിളിക്കും? ഹൗസ് എന്ന് വിളിക്കും അല്ലേ? ഒരു വീട്. സോ ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, എന്താണ്? മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, മെമ്മറി ലൊക്കേഷൻ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ഇതുണ്ട്, എന്താണ് മെമ്മറി എന്ന് പറയുന്നത്? യൂസ് ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ അല്ലേ? ഇൻഫർമേഷൻ എന്തൊക്കെയാകാം? ഇൻസ്ട്രക്ഷൻ ആകാം, ഡേറ്റ ആവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നോക്കിയേ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ ഇതാ ഈ ഇൻസ്ട്രക്ഷൻ, നോക്കിയേ, ഈ ഇൻസ്ട്രക്ഷൻ അതുപോലെ എടുത്ത് മെമ്മറിയിൽ വെക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ജോലി അല്ലേ? ആ ഇൻസ്ട്രക്ഷൻ ഇതാ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചേ. അതുപോലെ ശ്രദ്ധിച്ചേ, ഡേറ്റ എന്ന് പറയുന്നത് നോക്കിയേ, ഡേറ്റ എന്ന് പറയുന്നത് 2ഉം 3ഉം ഇങ്ങനെയാണ്. 2ഉം 3ഉം ഇങ്ങനെയാണോ മെമ്മറിക്കകത്തിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു ഒരു ഹൗസിനകത്ത് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, ഒരിക്കലും മെമ്മറിക്കകത്ത് ആ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് ഇങ്ങനെയല്ല വെക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കി, ഈ ഇൻസ്ട്രക്ഷനെ ഞാനൊരു റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? 1ഉം 0ഉം വെച്ചിട്ട്. നോക്കി, എക്സാമ്പിൾ 0011 1101. ഒരു എക്സാമ്പിൾ നോക്കി, ഇതാ ഈ ഇൻസ്ട്രക്ഷനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈനറി. എന്താണ്? ആൻഡ് ദിസ് ഈസ് കോൾഡ് ബൈനറി. എന്താണ്? ബൈനറി. എന്തുകൊണ്ടാണ് ബൈനറി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് വി ആർ റെപ്രസെൻറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് ബൈ യൂസിങ് എന്തൊക്കെയാണ്? 0ഉം 1ഉം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ബൈനറി, റൈറ്റ്? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻസും ഡേറ്റയാണ് മെമ്മറിക്കകത്തിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷനെ ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത്, ആ ഇൻസ്ട്രക്ഷന് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സാമ്പിൾ, ഓക്കെ, എന്നിട്ട് നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഈ ഇൻഫർമേഷനാണ് എവിടെ കൊണ്ടുപോയിരിക്കുന്നത്? മെമ്മറി കൊണ്ടുപോയിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു എങ്ങനെയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്? 1ഉം 0ഉമായിട്ടാണ്. ഒരിക്കലും ഇങ്ങനെ ആ ആഡ് എ കോമ ബിനെ ഡയറക്റ്റായിട്ട് എടുത്ത് എന്ത് ചെയ്യില്ല? ഇവിടെ കൊണ്ടുവയ്ക്കില്ല. പകരം മെമ്മറിക്കകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ, ഇതാണ് ഒരു മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷനകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് 1s and 0s, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് ബൈനറി. ഇപ്പോൾ ക്ലിയർ ആയോ? ഈ ആഡ് എ കോമ ബി അതുപോലെ എടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, പകരം അതിൻ്റെ ബൈനറിയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങളുടെ നോട്ടിലൊന്ന് നോട്ട് ചെയ്ത്, എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്? എന്താണ്? ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. എന്താണ്? മെമ്മറി ആസ് എ ബൈനറി ഡേറ്റ. ബൈനറി. ഓക്കെ, ആസ് എ ബൈനറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 0. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇതേ സാധനത്തിനെ എടുത്ത് അതുപോലെ വെക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ബൈനറിയാണ്. അപ്പം മെമ്മറിയിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്? യൂസിങ് 1s and 0s. അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻ മെമ്മറി എന്താണ്? മെമ്മറി ഇൻഫർമേഷൻസ് ആർ സ്റ്റോർഡ് ആസ് 1s and 0s. ഓക്കെ, ക്ലിയർ? ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ മെമ്മറിയുടെ ബേസിക് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് വീടുണ്ട് അല്ലേ? ഒരുപാട് ഹൗസ് ഉണ്ട്. സോ വി നീഡ് ടു എന്താണ്? ഐഡൻറ്റിഫൈ ദാറ്റ് ഹൗസ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണം. ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് വീടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് എന്താണ് അല്ലേ? നിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എന്താണ്? അപ്പം ഓരോ ഹൗസിനും എന്തുണ്ട്? ഒരു അഡ്രസ്സ് ഉണ്ട്, യുണീക്ക് അഡ്രസ്സ് ഉണ്ട് അല്ലേ? അഡ്രസ്സ് നമുക്കിപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കി? അഡ്രസ്സ്. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം A1, ഇതിൻ്റെ അഡ്രസ്സ് A2, ഇതിൻ്റെ അഡ്രസ്സ് A3, ഇങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഓരോ വീടിനും അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സിൻ്റെ ആവശ്യം എന്താ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഏജൻറ്റ് ഉണ്ടെന്ന് വെച്ചു, ന്യൂസ് പേപ്പർ ഏജൻറ്റിന് ഇന്ന വീട്ടിൽ പോകണം. അപ്പോൾ അയാൾ പറയും എന്താണ്? A1 അഡ്രസ്സിലുള്ള വീട്ടിലോട്ട് വരാൻ. സോ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ വീടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. സിമിലർലി മെമ്മറിയിലും ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വി നീഡ് ടു മെമ്മറിയിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഫോർ ദാറ്റ്
വി ഹാവ് യുണീക്ക് അഡ്രസ്സസ്. ഓരോ ലൊക്കേഷനും എന്തുണ്ട്? അഡ്രസ്സസ് ഉണ്ട്. സോ അപ്പോൾ അടുത്ത് നമുക്ക് എഴുതാം. അടുത്ത പോയിന്റ് എന്താണ്? ഓരോ മെമ്മറി ലൊക്കേഷനും യുണീക്കായിട്ട് അഡ്രസ്സ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുന്നത് 01, 02, 03, 04 ഇതൊക്കെ എന്താണ്? അഡ്രസ്സാണ്. എക്സാമ്പിൾ ഡൗട്ട് ഉണ്ടോ? കണ്ടോ? അപ്പം ഈ ലൊക്കേഷൻ്റെ ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണ്? 01. ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണ്? 02. അപ്പം നിങ്ങളോട് ഇപ്പം നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ പറയാം. സി പി യു പറയുവാണ്, റൈറ്റ് ചെയ്യുക, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ CPU പറയും റൈറ്റ്. ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലായി, റൈറ്റ് മെമ്മറി. ഓക്കെ, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇനി CPU തന്നെ പറയും എടാ 02 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ റൈറ്റ് ചെയ്യുക. ഇത് എവിടെയാണ് 02? ഇതാ കണ്ടോ, 02 കണ്ടോ. അപ്പോൾ ഈ അഡ്രസ്സിൽ ഈ ലൊക്കേഷനിൽ റൈറ്റ് ചെയ്യുക. അതായത് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? ഈ ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, മെമ്മറി, ഓരോ മെമ്മറി ലൊക്കേഷൻസിനും, അപ്പോൾ നോട്ടായിട്ട് എഴുതിക്കുക എന്താണ്? ഓരോ മെമ്മറി ലൊക്കേഷൻസിനും യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഈച്ച് മെമ്മറി ലൊക്കേഷൻ എഴുതിക്കേ. ഈച്ച് മെമ്മറി ലൊക്കേഷൻ ഹാവ് യുണീക്ക് അഡ്രസ്. ഓക്കെ, എന്തിനാണ് ഈ അഡ്രസ്സ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഈച്ച് അല്ലെങ്കിൽ നമുക്ക് പറയാം ഈച്ച് മെമ്മറി ലൊക്കേഷൻ ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് എ യുണീക്ക് അഡ്രസ്. ഓക്കെ, യുണീക്ക് അഡ്രസ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബേസിക് ആയിട്ട് ഇനി നമ്മൾ മെമ്മറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങളിപ്പോൾ ഇത്രയും നിങ്ങളുടെ മനസ്സിൽ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന്, സ്റ്റോർ ദി ഇൻഫർമേഷൻ. എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ആകാം, ഡേറ്റ ആകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാർ ഡേറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി ഇവിടെ 2 എന്ന് പറയുന്ന ഡേറ്റയാണ്. 2ൻ്റെ ബൈനറി എല്ലാവർക്കും അറിയോ? ഇത് നോക്കി, ഇപ്പോൾ എക്സാമ്പിൾ 0010. നിങ്ങൾക്ക് ബൈനറി എന്ന് അറിഞ്ഞുകൂടെങ്കിൽ വിഷയമില്ല, നമുക്ക് അതൊക്കെ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഇപ്പോൾ നോക്കി 2 എന്ന് പറയുന്നതിന് ഡേറ്റ ഇതാണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പുറത്ത് കുറേ 0 ഇട്ടു. 0 ഇപ്പുറത്ത് ഇരുന്ന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറേ 0 ഇട്ടു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ 2 എന്ന് പറയുന്ന ഡേറ്റ. ഡൗട്ട് ഉണ്ടോ? ഈ ഡേറ്റേനെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഇവിടെ കൊണ്ടുവയ്ക്കും. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് മെമ്മറി ഞാൻ പറഞ്ഞു. എന്താണ് മെമ്മറി എന്ന് പറഞ്ഞത്? സ്റ്റോർ ദ ഇൻസ്ട്രക്ഷനും ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്? ആസ് എ ബൈനറി ഡേറ്റാസ്. ബൈനറി 1s and 0s വെച്ചിട്ടാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഓരോ ലൊക്കേഷൻ എന്തുണ്ട്? യുണീക്ക് അഡ്രസ് ഉണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? നമ്മളിതാ നോക്കിയേ, മെമ്മറിയെക്കുറിച്ച് പഠിച്ചു, IO ഡിവൈസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നോക്കിയേ, പിന്നെ എന്തൊക്കെ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു, പിന്നെ എന്താണ് കൺട്രോൾ സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ പോലെയാണ് കൺട്രോൾ സിഗ്നൽ. പിന്നെ നമ്മൾ പഠിച്ചു ഇൻഫർമേഷൻ എന്താണ്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഡേറ്റ ഉണ്ട്, പിന്നെ മെമ്മറി പഠിച്ചു. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമുക്ക് അടുത്ത ഹെഡിങ്, നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതിക്കേ. എന്താണ് അടുത്ത ഹെഡിങ്? ഹൗ computer based system perform an operation. ഓക്കെ, ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തായിരിക്കും ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? പറഞ്ഞേ. ഹൗ എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. എന്താണ്? ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഒരു CPU, മെമ്മറി ഉണ്ട്, പിന്നെ IO ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇപ്പോൾ എഴുതിക്കുന്ന ഹെഡിങ് എന്താണ്? ഹൗ എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ഒരു ഓപ്പറേഷൻ എക്സാമ്പിൾ പറഞ്ഞേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഓപ്പറേഷനാണ് അഡിഷൻ. 2ഉം 3യും കൂടെ ആഡ് ചെയ്യുക. ഇറ്റ്സ് എൻ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഹോൾ സിസ്റ്റം, ഈ കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കിയേ, ഈ ഹോൾ സിസ്റ്റം, നിങ്ങളൊരു സാധനം ഉണ്ടാക്കി, ഈ ഹോൾ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണല്ലോ. സോ വി ക്യാൻ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. ഫസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് CPU ഉണ്ട് അല്ലേ? ഓക്കെ, CPU വരച്ചു. അടുത്ത് പറഞ്ഞ അടുത്ത കമ്പോണൻ്റ് ഏതാ? നെക്സ്റ്റ് കമ്പോണൻ്റ് ഈസ് മെമ്മറി, റൈറ്റ്? മെമ്മറി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, മെമ്മറി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഓക്കെ, IO ഡിവൈസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് എഴുതി? IO ഡിവൈസ്. ഇതാണ് നമ്മുടെ ബേസിക് സിസ്റ്റം. ഇതെല്ലാം കൂടെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ട് ചെയ്യുന്ന ലിങ്കിനെ വിളിക്കുന്ന പേരാണ് ബസ്. ഓക്കെ, ക്ലിയർ? ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബസ് എന്താണ് എല്ലാം നമ്മൾ പഠിക്കും. ഇതാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബേസിക് കാര്യങ്ങൾ പറയുന്നത്. ഹൗ എ പ്രോസസ് ഇസ് ഡൺ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏത് പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 2 നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേറ്റ. ഓക്കെ, എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട മെമ്മറിക്കകത്ത് എന്തുണ്ട്? ഓക്കെ, നിങ്ങൾ നോക്കി, ഞാൻ മെമ്മറിയെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച് മെമ്മറി ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. മെമ്മറിക്കകത്ത് എന്തുണ്ട്? ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് വെറുതെ ഇതാ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഇതാണ് നമ്മുടെ മെമ്മറി. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇത് നമ്മുടെ മെമ്മറി. ഓക്കെ, മെമ്മറിക്കകത്ത് എന്തുണ്ട്? ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡേറ്റയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഡേറ്റയും ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു, ഡേറ്റ. ഓക്കെ, ഇതെന്താണ്? ഇൻസ്ട്രക്ഷനും ഇത് ഡേറ്റയും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതാ ഈ മെമ്മറിക്കകത്താണ് ഇതാ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നുണ്ട്, ഡേറ്റ ഇരിപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ജോലി ചെയ്യുന്ന ആളാരാണ്? ജോലി ചെയ്യുന്ന ആൾ CPU ആണ്. ഡൗട്ട് ഉണ്ടോ? ജോലി ചെയ്യുന്ന ആൾ CPU. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ് ചെയ്യേണ്ട ജോലി? അഡിഷൻ. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എവിടെയുണ്ട്? ഈ മെമ്മറിയിലുണ്ട്. ഉണ്ടോ? ഇത് എവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഈ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? ഈ ഇൻഫർമേഷൻ എങ്ങോട്ട് കൊണ്ടുവരണം? ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതായത് മെമ്മറിയിൽ നിന്ന് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? എവിടെ എത്തിക്കണം? CPUയിലോട്ട് എത്തിക്കണം. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയാം. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉപയോഗിക്കും, ഫെച്ച് അല്ലേ? മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എടുത്തു, ഫെച്ച് ചെയ്ത് എവിടെ കൊണ്ടുപോയിക്കണം? CPUയിലോട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ പറഞ്ഞേ, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ്, അതായത് മെമ്മറിയിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് എങ്ങോട്ട് വെക്കണം? CPUയിലോട്ട് വെക്കണം. സോ വെക്കണം അല്ലെങ്കിൽ എടുക്കുക എന്നുള്ള പ്രോസസ്സ് ഇംഗ്ലീഷ് പറയുന്നത് ഫെച്ച്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഫെച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് ഈ ഫെച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ? പറഞ്ഞേ, വാട്ട് ഇസ് മീൻ ബൈ ഫെച്ച്? കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടേക്ക് ദ ഇൻസ്ട്രക്ഷൻസ് അല്ലേ? ടേക്ക് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ടു എന്താണ്? CPU. അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്ഫർ ദ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഫ്രം മെമ്മറി ടു CPU. അപ്പോൾ നമുക്ക് എഴുതാം ഫെച്ചിങ്. അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഫെച്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ മെമ്മറിയിലിരിക്കുന്ന സാധനത്തിന് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുക? ഫെച്ച് ചെയ്ത് എവിടെ കൊണ്ടുവരിക? CPUയിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ. ഓക്കെ, ഇൻഫർമേഷൻ ഏതാണ്? ഏത് ഇൻഫർമേഷനാണ് ഫസ്റ്റ് ഫെച്ച് എടുക്കുന്നത്? ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ട്രാൻസ്ഫർ എവിടെ നിന്ന് എങ്ങോട്ടാ? മെമ്മറി ടു CPU. ഓക്കെ, ഫ്രം മെമ്മറി ടു CPU. ഓക്കെ, ദിസ് ഈസ് എ ഫസ്റ്റ് പ്രോസസ്സ്. ഏതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിലായാലും ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഫെച്ചിങ് പ്രോസസ്സ്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെച്ചിങ്. ഓക്കെ, അപ്പോൾ ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? ഫെച്ചിങ്. ഓക്കെ, ഇതിലാർക്കും ഡൗട്ടില്ല. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫെച്ചിങ് നടന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്താണ്? അഡിഷൻ ആണെങ്കിൽ നമുക്ക് സൈഡിലൂടെ എഴുതാം. ആ ഇൻസ്ട്രക്ഷൻ എന്താണ്? ആഡ് എ കോമ, ശ്രദ്ധിച്ച്. ഓക്കെ, ആഡ് എ കോമ ബി. ഓക്കെ, ഇതാണ് ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ട ഓപ്പറേഷൻ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇതിനെങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബൈനറി ആയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ 10111010 ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഈ മെമ്മറിയിൽ നിന്ന് ശ്രദ്ധിച്ച്, ഈ മെമ്മറിയിൽ നിന്ന് CPU അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് CPU വരുമ്പോൾ ഇൻഫർമേഷൻ ഇപ്പോൾ ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? ഇൻഫർമേഷൻ ഇപ്പോൾ 10101110 ഫോമിലാണ് ഇരിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് പ്രോസസ്സ് ഫെച്ചിങ് കഴിഞ്ഞു, ഇവിടെ നിന്ന് എടുത്ത് വെച്ചു. അപ്പോഴാണ് നിങ്ങൾ നോക്കുന്നത് CPU നോക്കുമ്പോൾ കുറേ വൺസ് ആൻഡ് സീറോസ്. CPUനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാരണം എന്താ? ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷനാണ് അല്ലേ? ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷനാണ്. പക്ഷേ CPU നോക്കുമ്പോൾ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ അവിടെ പറഞ്ഞിട്ട് അതിന് പകരം അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? കുറേ വണ്ണും സീറോസും. CPU ഈശ്വര ഇതെന്താണ് ചെയ്യേണ്ടത്? സോ CPUവിന് മനസ്സിലാകണം എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ CPU ചെയ്യേണ്ട എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, അറിഞ്ഞുകൂടാത്തൊരു സാധനം വൺസും സീറോസിൻ്റെ ഫോമിൽ ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് CPU മനസ്സിലാക്കണം എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിന് കറസ്പോണ്ടിങ് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? അഡിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ CPU എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണം. സോ അല്ല, കണ്ടോ നിങ്ങൾക്ക്? CPU ഈ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് CPU മനസ്സിലാക്കണം എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീകോഡിങ്. ദാറ്റ് ഈസ് CPU എന്ത് ചെയ്യുന്നു? CPU അണ്ടർസ്റ്റാൻഡ് what should be the operation need to be performed. എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് CPU എന്ത് ചെയ്യും? മനസ്സിലാക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീകോഡിങ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എടുത്ത് CPUയിൽ വെച്ചു. ശ്രദ്ധിച്ച്, എടുത്ത് CPUയിൽ വെച്ചു. ഇനി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീകോഡിങ്. സോ യു ക്യാൻ റൈറ്റ് ഡീകോഡിങ്. ഓക്കെ, അപ്പോൾ ഡീകോഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഡീകോഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്? ആ ഒരു കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് കിട്ടിയ ഇൻസ്ട്രക്ഷനിൽ നിന്ന് മനസ്സിലാക്കുക എന്ത് ഓപ്പറേഷനാണ് നടത്തേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? ദാറ്റ് ട്രാൻസ്ലേറ്റ് എന്താണ്? അപ്പോൾ CPU എന്താ ചെയ്യുന്നത്? CPU ട്രാൻസ്ലേറ്റ്സ്. ആ വാക്കിൻ്റെ മീനിങ് മനസ്സിലായോ? എന്താണ്? ഈ ഒരു ഡേറ്റയിൽ നിന്ന് നോക്കിയാൽ ഈ ബൈനറി ഡേറ്റയിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. CPU ട്രാൻസ്ലേറ്റ്
ട്രാൻസ്ലേറ്റ് എന്താണ് ട്രാൻസ്ലേറ്റ് എന്തിനാണ് മനസ്സിലാക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ അല്ലേ CPU ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഓക്കെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ അതായത് നിങ്ങൾ നോക്കി ആഡ് എ കോമ ബി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിൻ്റെ ബൈനറിയാണ് മെമ്മറിയിൽ ഇരിക്കുന്നത് അത് ഇവിടെ എത്തി ഇനി CPU ചെയ്യുന്നത് എന്താണ് ആ ബൈനറി ഡേറ്റയിൽ നിന്ന് CPU മനസ്സിലാക്കണം ഓഹോ ഇത് ആഡ് ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീകോഡിംഗ് പ്രോസസ്സ് ഓക്കെ ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ് ഡീകോഡിംഗ് ഓക്കെ ഡീകോഡിംഗ് ഇത് ആർക്കും ഡൗട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ ഡീകോഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത് ദാറ്റ് ഈസ് വി നീഡ് ടു പെർഫോം അഡിഷൻ അല്ലേ പെർഫോം അഡിഷൻ അപ്പോൾ ജോലി ചെയ്യണം അല്ലേ പെർഫോം അഡിഷൻ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അഡിഷൻ ചെയ്യണം അല്ലേ അപ്പോൾ അഡിഷൻ ചെയ്യാനായിട്ട് CPU-ന് എന്ത് വേണം അങ്ങനെയുള്ള ചെയ്യാനുള്ള ആൾക്കാർ വേണം അല്ലേ അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ CPU മനസ്സിലാക്കി ഇപ്പോൾ എന്ത് ചെയ്യണം ജോലി ചെയ്യണം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ CPU ഉടനെ തന്നെ എന്ത് ചെയ്യും ആഡ് ചെയ്യും സോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആ എന്താണോ ചെയ്യേണ്ട ജോലി ചെയ്യുന്നതിന് നമ്മൾ ഒരു ഇംഗ്ലീഷിലൊരു വേർഡ് പറയും എന്താ പറയുന്നത് എക്സിക്യൂഷൻ അല്ലേ എക്സിക്യൂട്ട് ചെയ്തു CPU എന്ത് ചെയ്യും ദാറ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം ഫെച്ചിങ് കഴിഞ്ഞു ഡീകോഡ് എടുത്തു വെച്ചു എന്നിട്ട് CPU ഡീകോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ CPU-ന് അറിയാം എന്താണ് ചെയ്യുന്നതെന്ന് അല്ലേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം അഡീഷനാണ് ചെയ്യുന്നത് CPU ഉടനെ എന്ത് ചെയ്യും ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യും സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് എക്സിക്യൂഷൻ എന്താണ് എക്സിക്യൂഷൻ അപ്പോൾ നിങ്ങൾ പറഞ്ഞ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് CPU പെർഫോം ദ ടാസ്ക് എന്താണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ടാസ്ക് അഡിഷൻ ചെയ്യുക സോ CPU പെർഫോം ദാറ്റ് ടാസ്ക് ഡൗട്ട് ഉണ്ടോ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ ബേസിക് ഇമ്പോർട്ടൻറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ദെൻ CPU-ന് മനസ്സിലാവാത്ത ഭാഷയിലാണ് ഇരിക്കുന്നത് CPU അതിനെ മനസ്സിലാക്കുന്നു ദാറ്റ് ഇസ് CPU ട്രാൻസ്ലേറ്റ് ടു ദാറ്റ് ഇസ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ അളവ് CPU ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് okay which is suitable for execution which is suitable for execution അതായത് ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും ഡൗട്ട് ഉണ്ടോ ആൻഡ് ദിസ് പ്രോസസ് കോൾഡ് ഡീകോഡിംഗ് ഓക്കെ എക്സിക്യൂഷൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കി രണ്ട് നമ്പർ കൊടുത്തു മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തു CPU എക്സിക്യൂട്ട് ചെയ്തു ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ വേണമെങ്കിൽ CPU-ന് എന്ത് ചെയ്യാം ആ ഇൻഫർമേഷൻ ഇപ്പോൾ റിസൾട്ട് കാണണ്ടേ CPU എന്ത് ചെയ്യും നേരെ മോണിറ്ററിലോട്ട് ആ ഇൻഫർമേഷൻ കൊടുക്കും കണ്ടോ CPU നേരെ എന്ത് ചെയ്യും മോണിറ്ററിലോട്ട് ഇൻഫർമേഷൻ കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ വേണമെങ്കിൽ CPU എന്ത് ചെയ്യാം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാം അല്ലേ ഇപ്പോൾ കാണണ്ട സ്റ്റോർ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനൽ സ്റ്റെപ്പ് സ്റ്റോറിങ് ഓക്കെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് റിസൾട്ട് ഓഫ് ദാറ്റ് ഓപ്പറേഷൻ ഈസ് സ്റ്റോർഡ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങോട്ട് കൊടുക്കാം മോണിറ്ററിലോട്ട് കൊടുക്കുക ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എഴുതാം ആൻഡ് റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ബ്രാക്കറ്റിൽ എഴുതാം എന്താണ് റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്താണ് ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ട് ഓക്കെ ഔട്ട്പുട്ട് എവിടെ ചെയ്യുന്നു സ്റ്റോർഡ് ഇൻ എയ്തർ സ്റ്റോർഡ് ഇൻ ഒന്നുകിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ എവിടെ എൻ്റെ സെൻഡ് ടു ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ എന്ത് ചെയ്യാം ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ സെൻഡ് ടു ഔട്ട്പുട്ട് ഡിവൈസ് ക്ലിയർ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ബേസിക് ഓപ്പറേഷൻ ഏതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയാലും ബേസിക് ഓപ്പറേഷൻസ് ആണ് ഫെച്ചിങ് ഡീകോഡിംഗ് എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ ഇതാണ് ബേസിക് ഓപ്പറേഷൻസ് ഓക്കെ എക്സിക്യൂഷൻ അപ്പോൾ ഈ സ്റ്റോറിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പം തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ബേസിക് പ്രോസസ്സായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രോസസ്സ് അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ എന്താണ് ഹൗ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം പെർഫോം എ ടാസ്ക് ഒരു ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നത് ഒന്നുമില്ല മെമ്മറിയിൽ ഇരിക്കുന്ന സാധനത്തിനെ ഇൻസ്ട്രക്ഷൻ എടുത്ത് കമ്പ്യൂട്ടറിന് CPU-നകത്ത് വെച്ചു CPU എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റുന്നില്ലടോ മനസ്സിലാക്കാൻ വേണ്ടി കുറേ കൺവേർഷൻ ചെയ്യും ദാറ്റ്സ് ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലായി എന്താണ് ചെയ്യുന്നത് CPU എന്ത് ചെയ്യും ആ ജോലി ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് എക്സിക്യൂഷൻ ഡൗട്ട് ഉണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണോ യൂസർ നമുക്ക് ഡിസ്പ്ലേ കാണണമെങ്കിൽ ഔട്ട്പുട്ട് കാണണമെങ്കിൽ സെൻഡ് ടു ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ കാണണ്ട മെമ്മറി സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ മെമ്മറി സ്റ്റോർ ചെയ്യുക ദിസ് ഈസ് എ ബേസിക് ഐഡിയ ക്ലിയർ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ് ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ബേസിക്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം പഠിപ്പിച്ചു എന്തൊക്കെ ഓപ്പറേഷനാണ് ബേസിക്കായിട്ട് നടക്കുന്നത്
പിന്നെ പറഞ്ഞ എന്താണ് കൺട്രോൾ സിഗ്നൽ, എന്താണ് ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻസ് വരാം, ഡേറ്റ വരാം, എന്താണ് മെമ്മറിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി, ഓക്കെ, എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുവാണ്, ശ്രദ്ധിച്ചേ, എന്താണ് കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റം? സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്താണ്? ആ ബേസിക്കായിട്ട് ഒരു CPU ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, മെമ്മറി ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, IO ഡിവൈസ് ഉണ്ട്. ഓക്കെ, IO ഡിവൈസ്. ഓക്കെ, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന എന്തുണ്ട്, ഇൻ്റർഫേസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റം. ഇതതിൻ്റെ ഏറ്റവും മിനിയേച്ചർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. എന്താണ് ബ്ലോക്ക് ഡയഗ്രാം? ഓക്കെ, ഇനി നിങ്ങളോട് പറയും, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫസ്റ്റ് മൊഡ്യൂൾ എന്തിനെ ബേസ് ചെയ്തിട്ട്? കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ആണ്, അല്ലേ? കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം, സിലബസ് പറയിപ്പിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്തായിരിക്കും ഇനി? ഓക്കെ, കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റം ആണല്ലോ പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഏതിനെക്കുറിച്ച് പഠിക്കണം? ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് CPU-നെ കുറിച്ച് പഠിക്കണം. ഏതിനെക്കുറിച്ച് പഠിക്കണം? CPU. വളരെ വലിയ എഴുതുമാണ് CPU. ഡൗട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞാൽ CPU പഠിച്ചാൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കണം? മെമ്മറിയെക്കുറിച്ച് പഠിക്കണം. സോ മെമ്മറിയെക്കുറിച്ച് പഠിക്കണം. ഡൗട്ടുണ്ടോ? മെമ്മറി. ഓക്കെ, ഡൗട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പഠിക്കണം? IO ഡിവൈസിനെ കുറിച്ച് പഠിക്കണം. എന്താണ് IO ഡിവൈസ്? ഓക്കെ, IO ഡിവൈസിനെ കുറിച്ച് പഠിക്കണം. ഡൗട്ടുണ്ടോ? IO ഡിവൈസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്തായിരിക്കും? എങ്ങനെയാണ് ഇൻഫർമേഷൻസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ മിസ്ലേനിയസ് എന്ന് പറഞ്ഞു. ഓക്കെ, മിസ്ലേനിയസ് ടോപ്പിക്. ഡൗട്ടുണ്ടോ? ഇത്രയാണ് പഠിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഏതെന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് മൊഡ്യൂൾ നമ്പർ 1. മൊഡ്യൂൾ 1 കണ്ടോ? ഇനി ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എന്താണ് തുടങ്ങിയപ്പോൾ പറഞ്ഞത്? നിങ്ങളൊന്ന് നോക്കി, തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് മൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? CPU പറഞ്ഞു. കണ്ടോ? CPU പഠിക്കണം. അത് കഴിഞ്ഞ് മെമ്മറി പഠിക്കണം. അത് കഴിഞ്ഞ് IO ഡിവൈസ് പഠിക്കണം. കണ്ടോ? IO ഡിവൈസ് പഠിക്കണം. അത് കഴിഞ്ഞ് മിസ്ലേനിയസ് പഠിക്കണം. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ ബോക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ബേസിക്സ് തറവായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സമ്മറി ആയിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സമ്മറി ആയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്താണ് നിങ്ങളുടെ CPU എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ജോലി ചെയ്യുന്ന ആൾ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതെന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളാരാണ്? ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ബ്രെയിൻ. ഓക്കെ, CPU എന്ന് ഒരു ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യാം. മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്? ഒന്നുകിൽ ഇൻസ്ട്രക്ഷൻസ് ആകാം, അതായത് എന്ത് ജോലി ചെയ്യണമെന്ന് പറയുന്നത്. എക്സാമ്പിൾ ആഡ് A, B ഇൻസ്ട്രക്ഷൻസ് ആകാം. അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡേറ്റ ആകാം, ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പം സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഇനി നമ്മൾ അതിനകത്ത് പറയുന്നത് എന്താണ്? അഡ്രസ്സസ് ഉണ്ട്, അല്ലേ? നമുക്കതിന് അഡ്രസ്സസ് ഉണ്ട്. IO ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ആ സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ട് കീബോർഡ്, അല്ലേ? കീബോർഡ്, മൗസ്, ഇതൊക്കെ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട്, ഔട്ട്പുട്ട് നമുക്ക് കാണണം, അല്ലേ? അതായത് ഡിസ്പ്ലേ, അല്ലെ മോണിറ്റർ, ഇതൊക്കെ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ഏതൊക്കെയാണ്? കണക്റ്റിംഗ് ലിങ്കിൽ വിളിക്കുന്ന പേരാണ് ബസ് എന്ന് പറഞ്ഞു. എന്തൊക്കെ ഓപ്പറേഷനാണ്? റീഡ് ഓപ്പറേഷൻ വരാം, റൈറ്റ് ഓപ്പറേഷൻ വരാം. ക്ലിയർ? കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സർ ബേസ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് വരാം. ഇനി നിങ്ങൾക്ക് സിലബസ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ അത് പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങൾ ബേസിക്സ് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് CPU. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് CPU. ഓക്കെ, അപ്പോൾ CPUവിനകത്ത് നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. ബേസിക്കായിട്ട് പഠിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ് CPU എന്ന് പഠിക്കണം. അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ പഠിക്കണം. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPU, പിന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞേ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU, അല്ലേ? അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രം തന്നെ വരയ്ക്കാം. ഫസ്റ്റ് എന്താണ്? CPU ഉണ്ട്. ഓക്കെ, ഒരു CPU ഉണ്ട്. പിന്നെ എന്താണ്? ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? IO ഡിവൈസ്. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. ഓക്കെ, ഇതിനെല്ലാത്തിനും മാർക്കുണ്ട് കേട്ടോ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് നമ്മൾ എക്സാം കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അറിയിക്കണ്ടേ. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, CPU. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്താണ് CPU? നമുക്ക് CPUവിൻ്റെ വർക്കിംഗ് നമുക്കൊരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. എന്താണ് റിയൽ ലൈഫ് എക്സാമ്പിൾ? നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അതേ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ CPU എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്നത് എന്താണ്? CPU ആണ്. ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ആരാണ് ആഡ് ചെയ്യുന്നത്? IO ഡിവൈസ് ആണോ? അല്ല. ആരാണ് ആഡ് ചെയ്യുന്നത്? മെമ്മറി ആണോ? അല്ല. ആഡ് ചെയ്യുന്ന ആളാരാണ്? CPU. അപ്പോൾ CPUവിൻ്റെ ഫസ്റ്റ് തന്നെ പോയിന്റ് നമുക്ക് എഴുതാം. എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്താണ് CPU എന്ന് പറയുന്നത്? CPU എന്ന് പറയുന്നത് ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ,
ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിൽ ആരാണ്? CPU ആണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മെമ്മറി അല്ല, IO ഡിവൈസ് അല്ല. ആരാണ് ടാസ്ക് പെർഫോം ചെയ്യുന്നത്? CPU. അപ്പോൾ CPU എന്താ? CPUയുടെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഇവിടുത്തെ ടാസ്ക് എന്താണ്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അഡിഷൻ എന്ന് പറയുന്ന ടാസ്ക് ചെയ്യുന്ന ആരാണ്? CPU ആണ്. സോ യു ക്യാൻ റൈറ്റ് CPU എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് പെർഫോംസ്, ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ അല്ലേ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം. സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സോഫ്റ്റ്വെയർ പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ഹാർഡ്വെയർ ഇപ്പോൾ ഇതൊരു ഹാർഡ്വെയർ ആണ് അല്ലേ? അപ്പം ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ, ഓക്കെ. ദാറ്റ് പെർഫോം എന്താണ് പെർഫോം ചെയ്യുന്നത്? റിക്വയർഡ് ടാസ്ക്. നമുക്ക് ചെയ്യേണ്ട ടാസ്ക് പെർഫോം ചെയ്യുന്ന ആളാണ് CPU എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അഡിഷനാണ് നമ്മുടെ ടാസ്ക്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPUവിനെ നമുക്ക് നമ്മുടെ ബോഡിയായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഏതാണ്? നമ്മുടെ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആളാരാണ്? ഏറ്റവും കൂടുതൽ ടാസ്ക് പെർഫോം ബ്രെയിൻ ആണ് അല്ലേ? അപ്പോൾ CPU എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ആരാണ്? ഒരു ബ്രെയിൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ ബ്രെയിൻ. എന്താണ്? ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, ഞാൻ സിസ്റ്റത്തിന് SM എന്നാണ്, നിങ്ങൾ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത, നിങ്ങൾക്ക് ചോദിക്കുന്നത് ഹൗ CPU പെർഫോം എ ടാസ്ക്. ഒരു CPU എങ്ങനെയാണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഹെഡിങ് എഴുതാം. നെക്സ്റ്റ് ഹെഡിങ്, ഹൗ CPU പെർഫോം എ ടാസ്ക്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ വേറെ രീതി ചോദിക്കാം. CPU എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CPU. ഓക്കെ, CPUവിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ CPU എങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് ഇനി പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, CPU ചെയ്യുന്ന ടാസ്ക് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എവിടെ കാണും? ആഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എവിടെ കാണും? മെമ്മറിയിൽ കാണും. അപ്പോൾ ഫസ്റ്റ് CPU ചെയ്യേണ്ടത് എന്താണ്? ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഈ മെമ്മറിയിലിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യാൻ എങ്ങോട്ട് കൊണ്ടുവരണം? CPUയിലോട്ട് കൊണ്ടുവരണം. അതാണ് ഫസ്റ്റ് CPU ചെയ്യുന്നത്. ഇപ്പോൾ ഈ അഡിഷൻ ചെയ്യണമെങ്കിൽ അഡിഷൻ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണ്? അഡിഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നോക്കി, ആഡ് A, B. ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കുന്നത്? മെമ്മറിയിൽ ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്തു 10101110 എന്ന് ബൈനറി. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ ബൈനറി ഡേറ്റയെ ഈ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ട് കൊണ്ടുവരിക? CPUയിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞ CPU എന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ്. എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? മെമ്മറിയിൽ അല്ലേ? ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. എന്താണ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി? ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി? ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ CPU അല്ലേ? ഈസ് ട്രാൻസ്ഫേർഡ് ടു CPU അല്ലേ? CPU. ഓക്കെ, CPUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിന് എന്താ വിളിക്കുന്നത്? ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെച്ചിങ് അല്ലേ? ഫെച്ചിങ്. ഓക്കെ, എന്താണ് ഫെച്ചിങ്? ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫെച്ചിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിന് ഇവിടെ നിന്ന് എടുത്ത് ഫെച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് 10110 എന്ന് പറയുന്ന ഡേറ്റയാണ് എവിടെ വരുന്നത്? CPUയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ CPUയിലോട്ട് ഇത് മെമ്മറിയാണ്. മെമ്മറിയിൽ നിന്ന് 1010110 എന്ന് പറയുന്നൊരു ഡേറ്റ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷനിലിരിക്കുന്ന ഇൻഫർമേഷൻ ഇവിടെ മെമ്മറിക്കകത്ത് എത്തി, CPUവിനകത്ത് എത്തി. നോക്കിയേ, ഇതാണ് CPU, കണ്ടോ? ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ഈ ഇൻഫർമേഷൻ CPUവിനകത്ത് എത്തി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെമ്പററി ആയിട്ടെങ്കിലും എന്ത് ചെയ്യണം? നോക്കിയേ, അതായത് ആഡ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ആഡ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇതിനകത്തോട്ട് എത്തി അല്ലേ? അപ്പോൾ ഇതിനകത്ത് വെക്കാൻ പറ്റണ്ടേ? ഒരു സ്ഥലം വേണ്ടേ? ഈ ഇൻഫർമേഷൻ ഇവിടെ വെക്കാനായിട്ടൊരു സ്ഥലം വേണ്ടേ അല്ലേ? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? കുറച്ച് സമയമെങ്കിലും ഈ സാധനത്തിനെ CPUവിനകത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്തിനാണ് കുറച്ച് സമയം? നമുക്ക് ഈ ഡേറ്റ എപ്പോഴും വേണോ? ഇല്ല. നമുക്ക് എപ്പോൾ വരെ നമുക്ക് ഈ ഇൻഫർമേഷൻ ഇതിനകത്ത് CPUവിനകത്ത് വേണം? ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് വരെ മതി.
ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത് വരെ ഈ ഇൻഫർമേഷനെ എവിടെ കൊണ്ടുവയ്ക്കണം? സി പി യുവിനകത്ത് കൊണ്ടുവയ്ക്കണം അല്ലേ? അപ്പോൾ സി പി യുവിനകത്തും ഒരു സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. ഡൗട്ട് ഉണ്ടോ? സ്റ്റോർ ചെയ്യാൻ സ്പേസ് വേണം അല്ലേ? മെമ്മറി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചെറിയ സ്പേസ് മതി. സോ അപ്പോൾ അടുത്ത് നമുക്ക് പറയാം, ഈ ഇൻഫർമേഷൻ സി പി യുവിനകത്ത് സ്റ്റോർ ചെയ്യാൻ ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് വേണം. ആ സ്റ്റോറേജ് യൂണിറ്റിന് നമ്മളൊരു എഞ്ചിനീയേഴ്സ് വിളിക്കുന്നൊരു പേരാണ് എന്താണ്? രജിസ്റ്റർ. കണ്ടോ? രജിസ്റ്റർ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? അപ്പോൾ എന്താണ് രജിസ്റ്ററിൻ്റെ പർപ്പസ്? എന്താണ്? ഈ ഇൻസ്ട്രക്ഷൻ കണ്ടോ, ഇവിടെ വരുന്ന ഇൻഫർമേഷനെ സി പി യുവിനകത്ത് എന്ത് ചെയ്യാം? സി പി യുവിനകത്ത് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ ഡേറ്റ ഹോൾഡ് ചെയ്ത് വെക്കുക. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? അപ്പോൾ ഇപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് എവിടെ എത്തി? ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എത്തി. ഓക്കെ. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി സ്റ്റോർഡ് ഓൺ എന്താണ്? സ്റ്റോറേജ് യൂണിറ്റ് കോൾഡ് രജിസ്റ്റേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം, ആൻഡ് ഇൻസ്ട്രക്ഷൻസ് are stored in the temporary storage unit, stored in the storage unit called registers. Okay. ഇതാ നമ്മളിപ്പോൾ ഒരു ഓഫീസിനകത്ത് പോകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് റൂം കാണൂലേ അല്ലേ? നമ്മളിപ്പോൾ ഒരു ഓഫീസിനകത്ത് പോകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് റൂം കാണും അല്ലേ? ആ റെസ്റ്റ് റൂമിനെ നോക്കി നമ്മൾ ഇതാ പുറത്തു നിന്ന് വന്നു, അപ്പോൾ ഓഫീസിലെ ആൾ പറയും നിങ്ങൾ ആ റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യുക. ആ റെസ്റ്റ് റൂമിന് സിമിലർ ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ച്, ഈ രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് പഠിക്കാം, പേടിക്കേണ്ട. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത്രയും പ്രോസസ് മനസ്സിലായല്ലോ. ആദ്യം ഇൻസ്ട്രക്ഷൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫെച്ചിങ് പ്രോസസ്. ദെൻ ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എവിടെയാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ. ഇറ്റ് ഈസ് കോൾഡ് രജിസ്റ്റേഴ്സ്. ഓക്കെ. രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട റെസ്റ്റ് റൂം. നമ്മൾ തൽക്കാലം ഈ ഇൻഫർമേഷനെ ഇവിടെ വെച്ചു. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നത്? അടുത്ത പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ല? ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സറിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. സോ പ്രോസസ്സർ എന്ത് ചെയ്യും? പ്രോസസ്സർ ആ സംഭവത്തിനെ ഡീകോഡ് ചെയ്യും. കാരണം എന്താണ് അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു, നോക്കി തൊട്ട് മുമ്പ് പഠിച്ചു. എന്താണ്? ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ഡീകോഡിങ്. ഡീകോഡിങ് എന്താ ചെയ്യുന്നത്? ആ ഇൻസ്ട്രക്ഷനെ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇരിക്കുന്ന ഈ രജിസ്റ്ററിൽ ഇരിക്കുന്ന ഇൻഫർമേഷനെ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ? എന്ത് ഓപ്പറേഷനാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ എവിടെ ഇരിക്കുന്നതാണ്? പ്രസൻറ്റ് ഇൻ എവിടെ ഇരിക്കുന്നത്? രജിസ്റ്റർ. ഓക്കെ. രജിസ്റ്റർ. ആ രജിസ്റ്ററിൽ ഇരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡീകോഡ് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എന്താണ് ഡീകോഡിങ്, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അതായത് അതിൻ്റെ ബ്രാക്കറ്റിൽ വേണം എഴുതാം, ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ which is suitable for എന്താണ്? എക്സിക്യൂഷൻ. ഓക്കെ. എക്സിക്യൂഷൻ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എവിടം വരെ എത്തി? ഇവിടെ ഇരിക്കുന്ന മെമ്മറി ഇരിക്കുന്ന സാധനത്തിന് സി പി യുയിൽ എത്തിച്ചു. നോക്കിയാൽ മെമ്മറിയിൽ ഇരിക്കുന്ന സാധനത്തിന് സി പി യുയിൽ എത്തിച്ചു. അവിടെ നിന്ന് കുറച്ച് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്തു. മനസ്സിലായി? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഉടനെ തന്നെ സി പി യു എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സി പി യുവിന് മനസ്സിലായി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാനൊരു സാധനം വേണ്ടേ അല്ലേ? അഡിഷൻ എന്താണ്? മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻ വരാം? അഡിഷൻ മാത്രമാണോ സി പി യുവിന് ചെയ്യേണ്ടി വരുന്നത്? സബ്ട്രാക്ഷൻ വരാം അല്ലേ? അല്ലെങ്കിൽ എന്ത് വരാം? മൾട്ടിപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ എല്ലാ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും വരാം അല്ലേ? നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് അഡിഷൻ വരാം. നോക്കിയേ, അഡിഷൻ വരാം, സബ്ട്രാക്ഷൻ വരാം, ഡിവിഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം. അതുപോലെ ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ആൻഡ് ഓപ്പറേഷൻസ് വരാം, അതുപോലെ തന്നെ ഓർ ഓപ്പറേഷൻസ് വരാം, എക്സോർ, ഇങ്ങനെ പല ഓപ്പറേഷൻസും വരാം അല്ലേ? നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചു. അപ്പം ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊണ്ടുവന്നു, സ്റ്റോർ ചെയ്തു, ഡീകോഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാനൊരാൾ വേണ്ടേ? വേണം. ആ ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ALU. എന്താണ് ALU? അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അരിത്തമാറ്റിക് എന്ന് പറഞ്ഞാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത്തരം കാര്യങ്ങളും പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്തൊക്കെയാണ് ആൻഡ്, ഓർ, എക്സോർ, ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യേണ്ട ആൾ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് ALU. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ ഇൻസ്ട്രക്ഷനെ ഇവിടെ നിന്ന് ഇവിടെ എത്തി ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ട് ചെയ്യുന്നത് ബൈ
പറഞ്ഞേ ബൈ എ ഹാർഡ്വെയർ കോൾഡ് ALU. ALU എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ലോജിക്കൽ യൂണിറ്റ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു എന്തോ നോക്കി, ബേസിക്കായിട്ടുള്ള ഓപ്പറേഷൻ പറഞ്ഞു. എന്താണ്? ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. കഴിഞ്ഞല്ലോ. ഇവിടെയും അതുപോലെ നോക്കി, ഫെച്ച് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു, ഡീകോഡ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ALU, അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അഡിഷൻ കഴിഞ്ഞു, ആഡ് ചെയ്തു, 2 നമ്പേഴ്സ് ആഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമ്മൾ ചോദിച്ച ആൾ 2+3 ചോദിച്ച ആൾക്ക് കാണിച്ചു കൊടുക്കാം റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ ഈ CPU എന്ത് ചെയ്യും? ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കും? ഒരു മോണിറ്ററിൽ കൊടുക്കും. ഇനി കാണിക്കേണ്ട, സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ CPU എന്ത് ചെയ്യും? സ്റ്റോർ ദ ഇൻഫർമേഷൻ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അവസാന സ്റ്റെപ്പ് എഴുതാം. 5th സ്റ്റെപ്പ്, സ്റ്റോർ ഓർ ഡിസ്പ്ലേ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ബേസിക് ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ഹൗ CPU is perform a task, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CPU. CPUവിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണ്? ഒന്നുമില്ല, ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഓക്കെ, ഇനി ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരു ടേം കൂടെ പഠിച്ചു, രജിസ്റ്റർ എന്ന് പറയുന്ന ടേം പഠിച്ചു. ടെമ്പററി, നമ്മുടെ റെസ്റ്റ് റൂം പോലെ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലോഡ്ജ് ആലോചിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ലോഡ്ജിൽ നമ്മൾ സ്ഥിരതാമസമാണല്ലോ, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആരാണ്? ALU ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ നിങ്ങൾ നോക്കി ഒരുപാട് പ്രോസസ്സുകളുണ്ട് അല്ലേ? ആദ്യം ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ട് വരണം. ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ട് വരാൻ സമയത്ത് എടുക്കാതിരുന്ന എന്ത് ചെയ്യും? പ്രോസസ്സ് നടക്കില്ല. വന്നതിന് ശേഷം ഡീകോഡ് ചെയ്യണം, ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ചിലപ്പോൾ യൂസർ ചോദിക്കുവാണ്, എടാ എനിക്ക് ആൻസർ കാണിച്ചതാ എന്ന് പറഞ്ഞാൽ മോണിറ്ററിലോട്ട് കൊടുക്കണം. ഇനിയും അല്ല, സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകളെ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്കൊരു ട്രാഫിക് പോലീസ് ആവശ്യമാണ്. ആ ട്രാഫിക് പോലീസ് എന്ത് കൊടുക്കും? സിഗ്നൽ കൊടുക്കും. ഡൗട്ട് ഉണ്ട്, എന്ത് സിഗ്നൽ കൊടുക്കും? കൺട്രോൾ സിഗ്നൽ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹോൾ പ്രോസസ്സിനെ അല്ലെ, ഈ പ്രോസസ്സുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് സിങ്ക്രണൈസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? കൺട്രോൾ സിഗ്നൽ വേണം. ഡൗട്ട് ഉണ്ടോ? എന്തിനാണ്? കാരണം ഇവിടെ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നു. ഇതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് നടക്കണം. ഫസ്റ്റ് പ്രോസസ്സർ പറയാണ് റീഡ് എന്ന് പറയുമ്പം ഇവിടെ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരും അല്ലേ? മെമ്മറി റീഡ്, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, പ്രോസസ്സർ പറയാണ് ഡു ദ പ്രോസസ് എക്സിക്യൂട്ട്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. ഇനി പ്രോസസ്സർ പറയുകയാണ്, അല്ലെങ്കിൽ CPU പറയുകയാണ് സ്റ്റോർ ദ ഇൻഫർമേഷൻ, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ്. ഓക്കെ, അതായത് ഇങ്ങനെ സിഗ്നൽ കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഏറ്റവും അവസാന പോയിന്റ് നമുക്ക് എഴുതാം. എന്താണ്? ദ ഹോൾ പ്രോസസ്, അല്ലെങ്കിൽ ടു സിങ്ക്രണൈസ് the whole process need signal. These are called എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോൾ സിഗ്നൽ. These are called എന്താണ്? കൺട്രോൾ സിഗ്നൽ. നിങ്ങൾ പറഞ്ഞേ ഏതൊക്കെയാണ് കൺട്രോൾ സിഗ്നൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഏതൊക്കെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽ? CPU പറയാം റീഡ്. ഓക്കെ, റീഡ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ. 2 CPU പറയാം റൈറ്റ്. ഓക്കെ, റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ. ഓക്കെ, ഇനി മൂന്നാമതൊരു സിഗ്നൽ എവിടെ നിന്നൊക്കെ എടുക്കാം? ഒന്നുകിൽ നോക്കിയേ, മെമ്മറിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ IO നിന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിഗ്നൽ. ഓക്കെ, മെമ്മറിയിൽ നിന്നാണോ എവിടെ നിന്നാണോ എടുക്കേണ്ടത്? മെമ്മറി ആകാം, അല്ലെങ്കിൽ IO ആകാം. ഓക്കെ, ഇതാണ് 3 സിഗ്നൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധിച്ച്, ഇവിടെ നിന്ന് കൊണ്ടുവരുന്നു. ഓക്കെ, ശ്രദ്ധിച്ച്, മെമ്മറിയിൽ നിന്ന് കൊണ്ടുവരുന്നു. സോ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരുന്നു, അത് ഡീകോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതെല്ലാം സിങ്ക്രണൈസ് ചെയ്യാൻ ആര് വേണം? ഒരു 3 സിഗ്നൽ വേണം. ഇതിനെ വിളിക്കുന്നവരാണ് കൺട്രോൾ സിഗ്നൽ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, പണി ചെയ്യാൻ ALU ഉണ്ട്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? വി റിക്വയർഡ് ഒരു ഹാർഡ്വെയർ വേണം അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ അഡിഷനാണ് അല്ലേ? പണി ചെയ്യാൻ അഡിഷൻ ചെയ്യാൻ ഇവിടെ ആരുണ്ട്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ ALU ഉണ്ട് ആണേ, അതൊരു ഹാർഡ്വെയർ. അതുപോലെ ഇതിനെല്ലാം ഈ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു ട്രാഫിക് പോലീസ് വേണം. സോ ആ ട്രാഫിക് പോലീസിന് നമ്മളിവിടെ പറയുന്ന പേരാണ് കൺട്രോൾ യൂണിറ്റ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റിൻ്റെ പർപ്പസ് എന്താണ്? ദാറ്റ് ജനറേറ്റ് ട്രാഫിക് പോലീസ് എന്താ ചെയ്യുന്നത്? സിഗ്നൽ തരുന്നു, ഇങ്ങോട്ട് പോയിക്കോ, ഇങ്ങോട്ട് വാ. അതുപോലെ തന്നെ ജനറേറ്റ്സ് എന്താണ്? സിഗ്നൽ. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയാണ് ബേസിക്സ് ഓഫ് CPUവിനകത്ത് വരുന്നത്. CPUവിനകത്ത് ബേസിക് ഓപ്പറേഷൻസ് എന്താണ്? നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CPU. എന്ത് ചോദിച്ചാലും ഈ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ എഴുതുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ CPU പഠിച്ചു. ഇനി കുറച്ചും കൂടെ നമുക്ക് ഉള്ളിലോട്ട് പോകാം, CPUവിനെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് CPU. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, എന്താണ്
എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് CPU, അല്ലെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CPU, എന്ത് ചോദിച്ചാലും ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതുക. നിങ്ങൾ തന്നെ പറഞ്ഞേ കമ്പോണൻസ് ഓഫ് CPU, ഒരു CPUവിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാനിപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പ് പഠിച്ച ബ്ലോക്ക് ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നു. CPU എല്ലാത്തിനെയും ബ്ലോക്ക് ഡയഗ്രം മാൻഡേറ്ററി ആണ്. മെമ്മറി, ദെൻ IO ഡിവൈസ്. ഓക്കെ, ഞാൻ ഫുള്ളായിട്ടൊന്നും എഴുതുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം, അതുകൊണ്ട് ഞാൻ വെറുതെ എഴുതുന്നു. ഓക്കെ, ബേസിക് കമ്പോണൻസ് ഓഫ് CPU പറഞ്ഞ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ബോക്സിനെ വലുതായിട്ട് വരയ്ക്കാൻ പോവാണ്. എന്താണ് ഈ ബോക്സിനെ വലുതായിട്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഈ CPU എന്തൊക്കെയാണ്, നമ്മളിനി ഇത് നോക്കിയാൽ ശ്രദ്ധിച്ച്, നമ്മുടെ ഇവിടുത്തെ CPUവിനെയാണ് നമ്മൾ ഒന്ന് വലുതായിട്ട് വരയ്ക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞേ. ഫസ്റ്റ് നിങ്ങൾ പ്രോസസ്സ് ഒന്ന് ആലോചിക്കുകയെ. പ്രോസസ്സ് എന്താ വരുന്നത്, ശ്രദ്ധിച്ച്, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം, അല്ലേ? അപ്പോൾ കൊണ്ടുവയ്ക്കാനൊരു സ്ഥലം വേണം, അല്ലേ? അതായത് ഫെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. സോ യു ക്യാൻ ഡ്രോ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്, രജിസ്റ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞേ. എന്താണ് രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ? രജിസ്റ്റർ. ഓക്കെ, ഞാനിനി പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, ഇത് ഓൾറെഡി നമ്മളിവിടെ എല്ലാം പറഞ്ഞു. രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഇൻസ്ട്രക്ഷനെ, ഓക്കെ, അതായത് ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഞാൻ മൊത്തം കമ്പോണൻസ് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഓരോന്നായിട്ട് പറയാം. അപ്പോൾ രജിസ്റ്റർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് CPU കൊണ്ടുവരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ടെമ്പററി സ്റ്റോറേജ് ആണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ കൊണ്ടുവന്നു, CPU എന്ത് ചെയ്യും, അത് മനസ്സിലാക്കും, എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, അഡിഷൻ ആണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ എന്താണ്, അഡിഷൻ ചെയ്യണം, അല്ലേ? അപ്പോൾ ഇത്തരം ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ സാധനം വേണം, അതിനെ വിളിക്കുന്ന പേരാണ് ALU, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ക്ലിയർ? ഓക്കെ, ജോലി ചെയ്തു, അല്ലേ? അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തു, അല്ലേ? ജോലി ചെയ്യാൻ നമുക്ക് പല സിഗ്നൽ വേണം. ഏതൊക്കെയാണ്? നമുക്ക് റീഡാണോ, റൈറ്റ് ആണോ, മെമ്മറി എന്നാണോ റീഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാ സിഗ്നൽ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സിഗ്നൽ. ഈ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ ഒരു ഡിവൈസ് വേണം. അതിന് നമുക്ക് എന്ത് വിളിക്കാം, കൺട്രോൾ യൂണിറ്റ്. എന്താണ് കൺട്രോൾ യൂണിറ്റ്? ഓക്കെ, യൂണിറ്റ്. ഡൗട്ട് ഉണ്ടോ? ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുന്നു. ഇതാണ് ബേസിക് കമ്പോണൻസ്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് CPU? ഏതൊക്കെയാണ് കമ്പോണൻസ്? രജിസ്റ്റേഴ്സ്, ALU, കൺട്രോൾ യൂണിറ്റ്. ഡൗട്ട് ഉണ്ടോ? നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് രജിസ്റ്റർ. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് രജിസ്റ്റർ. പറഞ്ഞേ, എന്താണ് രജിസ്റ്റർ? എന്തൊക്കെ നമുക്ക് രജിസ്റ്റർ പറയാം. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നത്? നോക്കി, ഇവിടെ നിന്നുള്ള മെമ്മറിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ CPU കൊണ്ടുവരുമ്പോൾ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ സ്റ്റോറേജ് യൂണിറ്റ് ആണ്, അല്ലേ? എവിടെയുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ്? CPUവിനകത്തുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ്. എന്തിനാണ്? ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, ദീസ് ആർ ദ സ്മോളർ സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്തുകൊണ്ടാണ് സ്മോളർ എന്ന വേർഡ് ഉപയോഗിച്ചു? നിങ്ങൾ ആലോചിക്കുക. ഇത് കണ്ടോ, ഇതാണല്ലോ നമ്മുടെ ഹൗസിംഗ് കോളനി. ഒരുപാട് വീടുകളുണ്ട്. ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ലൊക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ലക്ഷക്കണക്കിന് ലൊക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച്, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു രജിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്മോളർ എന്താണ്, സ്റ്റോറേജ് യൂണിറ്റ്, സ്മോളർ സ്റ്റോറേജ് യൂണിറ്റ്. അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ സ്മോളർ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് സ്മോളർ സ്റ്റോറേജ് യൂണിറ്റ് ഹോൾഡ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ഇൻഫർമേഷൻ, അല്ലേ? സ്റ്റോർ ഇൻഫർമേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം യൂസ്ഡ് ടു സ്റ്റോർ ഇൻഫർമേഷൻ. ഓക്കെ, എവിടെയാണ്? ഇൻസൈഡ് CPU. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായി, CPU ആണ്. CPUവിനകത്ത് ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 രജിസ്റ്ററിന് എക്സാമ്പിൾ പറയണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്ട്രക്ഷൻസ് ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ ബൈനറി ഇൻസ്ട്രക്ഷൻസ് ആണ് എവിടെ കൊണ്ടുവരുന്നത്? CPU കൊണ്ടുവരുന്നത്. ആ പ്രോസസ്സിൽ വിളിക്കുന്ന പേരാണ് ഫെച്ചിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ അല്ലേ സ്റ്റോർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു രജിസ്റ്ററിന് ഒരു പേര് പറഞ്ഞേ. ആ രജിസ്റ്ററിൻ്റെ പേര് പറഞ്ഞേ. ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ രജിസ്റ്ററിന് ഒരു പേര് പറയാം. ഫസ്റ്റ് പറയുന്നു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്? രജിസ്റ്റർ. ഓക്കെ, എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ? നോക്കി, ആഡ് A, B എന്ന് പറയുന്നത്, ആഡ് A, B എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആണ്. അത് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ബൈനറി ആയിട്ട് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? CPU കൊണ്ടുവരുന്നത്. നോക്കിയാൽ ഈ ഇൻസ്ട്രക്ഷനാണ് CPU സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ.
ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഫോർ എന്താണ്? ഇൻസ്ട്രക്ഷനാണ്. രജിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങൾ നോക്കിയേ അടുത്ത നിങ്ങൾ നോക്കിയേ, ഇനി നോക്കിയേ 2+3 ചെയ്തു. റിസൾട്ട് എത്രയാണ്? 5. ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യണ്ടേ? റിസൾട്ട് ഒരു സ്ഥലത്ത് വെക്കണ്ടേ? ആരാണ് ചെയ്യുന്നത്? സി പി യു ആണ് ചെയ്യുന്നത്, അല്ലേ? സി പി യു ആണ് ചെയ്യുന്നത്. നോക്കി, ഇതാ സി പി യുവിനകത്ത് ALU ആണ് ഇത് ചെയ്യുന്നത്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ALU ആണ്, അല്ലേ? അപ്പോൾ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യണം, അല്ലേ? അപ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു രജിസ്റ്റർ വേണം. ഓക്കെ, നമുക്ക് അതിനൊരു പേര് വിളിക്കാം അക്യുമുലേറ്റർ. ഇതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, പേടിക്കേണ്ട. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഈസ് എ രജിസ്റ്റർ ടു സ്റ്റോർ റിസൾട്ട് ഔട്ട്പുട്ട്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണം, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത്രേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയേ എന്താണ് എ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് കാണുന്നത്? 2+3. കണ്ടോ, 2+3 എന്ന് പറയുന്ന 2 ഡേറ്റാസ് ആഡ് ചെയ്ത റിസൾട്ട് എവിടെ കാണും? എവിടെ വയ്ക്കാം? അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രജിസ്റ്റർ അല്ല സി പി യുവിനകത്ത്, ഒരുപാട് രജിസ്റ്ററുകളുണ്ട്. ഓക്കെ, അതിന് നോക്കിയേ സി പി യുവിനകത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ അക്യുമുലേറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എ ആണ്, ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറയുന്ന രജിസ്റ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു രജിസ്റ്റർ അല്ല. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ ടെമ്പററി റൂം ഒരു റൂമല്ല, അവിടെ ഒന്നിൽ കൂടുതൽ റൂമുണ്ട്. ഫസ്റ്റ് റൂമിൻ്റെ പേരെന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. രണ്ടാമത്തെ റൂമിൻ്റെ പേരെന്താണ്? അക്യുമുലേറ്റർ. ഇതൊക്കെ ടെമ്പററി സ്റ്റോറേജ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നുകൂടെ എൻ്റെ മനസ്സിനൊരു സമാധാനം വരുന്നില്ല. ദാ മെമ്മറിയിൽ നിന്ന് ഇൻഫർമേഷൻ ഇവിടെ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാം. നിങ്ങൾ ആലോചിക്കേ, 2+3 ഈ ആഡ് A, B എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ജീവിതകാലം മുഴുവൻ സി പി യു സ്റ്റോർ ചെയ്യണോ? വേണ്ട. ആ പ്രോസസ്സ് ചെയ്യുന്നത് വരെ മാത്രം മതി. അതായത് ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. ഏതൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അക്യുമുലേറ്റർ, ഇനി പല രജിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ കമ്പോണൻറ്റ് ഏതാണ് പഠിക്കാനുള്ളത്? ALU. ഓക്കെ, ദാറ്റ് ഇസ് സെക്കൻഡ് പോർഷൻ ഈസ് ALU. ALUൻ്റെ ഫുൾ ഫോം എന്താണ്? അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്താണ് ഫംഗ്ഷൻ? അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് അതെന്ത് പെർഫോം ചെയ്യും? അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യും. ഓക്കെ, ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഒരു മിനിറ്റ് ശ്രദ്ധ പോയി. ഓക്കെ, ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തൊക്കെയാണ് സാർ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ? ഓക്കെ, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പറയാം. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഏതൊക്കെയാണ്? അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അഡിഷൻ വരാം, സബ്ട്രാക്ഷൻ വരാം, ഡിവിഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം. ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യുന്നത് ആരാണ്? ALU ആണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്രമാണോ? അല്ല. ഏതൊക്കെയാണ് ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, XOR ഓപ്പറേഷൻ, അങ്ങനെ പല ഓപ്പറേഷൻസ്. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ആണ് ALU. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അവസാനം വരുന്ന ഏതാണ്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അതും നമ്മൾ വർക്കിംഗ് പറഞ്ഞതാണ്. തേർഡ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞ്, കൺട്രോൾ യൂണിറ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺട്രോൾ സിഗ്നൽസ്. ഏതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ സിഗ്നൽസ്? അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ്? ദിസ് ഈസ് എ ഹാർഡ്വെയർ ദാറ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നതിനേക്കാളും ജനറേറ്റ്സ്. ഓക്കെ, ജനറേറ്റ്സ് എന്താ ജനറേറ്റ് ചെയ്യുന്നത്? കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, ഏതൊക്കെയാണ് കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്? റീഡ്, 2 റൈറ്റ്, പിന്നെ മെമ്മറി റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, പിന്നെ മെമ്മറി ഓർ IO ഡിവൈസ്. ഓക്കെ, എന്താണ് റീഡ് സിഗ്നലിൻ്റെ പ്രത്യേകത? ഓക്കെ, റീഡ് സിഗ്നൽ എന്താണ് പറഞ്ഞേ? റീഡ് സിഗ്നൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഇൻഡിക്കേറ്റ് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം എവിടെ നിന്നാ? മെമ്മറിയിൽ നിന്നോ IO നിന്നോ. ഇതാ നോക്കി, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതാ നിങ്ങൾ ഒന്ന് നോട്ട് എഴുതിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാ കണ്ടോ, എന്താണ് റീഡ് സിഗ്നൽ? ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി IO ഡിവൈസ് ടു CPU. മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റീഡ് ഓപ്പറേഷൻ. അപ്പോൾ റീഡ് സിഗ്നലും ഞാൻ പറഞ്ഞു. കണ്ടോ, റീഡ് ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി IO ഡിവൈസ് ടു CPU. കണ്ടോ, മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ ഓക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള വേണ്ട സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? എന്താണ്? റീഡ് സിഗ്നൽ. അപ്പോൾ ഞാനിതൊന്ന് കോപ്പി ചെയ്യാം. എനിക്ക് എഴുതാൻ മടിയുള്ളത് കൊണ്ട് ഞാനൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എഴുതണ്ടല്ലോ ഇവിടെ. ഓക്കെ, ക്ലിയർ?
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ കൺട്രോൾ സിഗ്നൽ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? കൺട്രോൾ സിഗ്നൽ. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഓഫ് കൺട്രോൾ സിഗ്നൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ഹോൾ പ്രോസസ് ഈസ് കോർഡിനേറ്റഡ് ബൈ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ ഇത്രയാണ് ബേസിക് കമ്പോണൻസ് ഓഫ് CPU. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും വർക്കിംഗ് ഓഫ് CPU എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഓഫ് CPU എഴുതുക, വേണമെങ്കിൽ കമ്പോണൻസ് ഓഫ് CPU എഴുതി ഇതെല്ലാം കൃത്യമായിട്ട് എഴുതുക. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഏറ്റവും CPU തീരാൻ പോകാൻ പേടിക്കേണ്ട. CPUവിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPU. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPU. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPU എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ മനുഷ്യരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലേ, മെൻ ആൻഡ് വുമൺ, അല്ലെങ്കിൽ നമ്മൾ പലതും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഇങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് CPU-ന് എന്ന് നമുക്ക് പറയാം പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയാം അല്ലേ, അതായത് ജോലി ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ ഒരു സിസ്റ്റം, നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി, അതിനകത്ത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു വർക്ക് കൊടുത്താൽ അയാൾ ഒരു വർക്ക് അറ്റ് എ ടൈം അല്ലേ, ദാറ്റ് ഈസ് വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. അതായത് ഒരു പണിക്കാരനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോലി അയാൾ ഒരു സമയം ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ട് പണിക്കാരനുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് ജോലി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഇവിടെ പണിക്കാരൻ എന്ന് പറയുന്നതിന് പകരം പണിക്കാരൻ്റെ CPU-ൻ്റെ മറ്റൊരു പേരാണ് പണിക്കാരൻ അല്ലേ. അപ്പോൾ പണിക്കാരൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്താണ് പ്രോസസ്സിംഗ് യൂണിറ്റ്? ഓക്കെ, പ്രോസസ്സിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട് കോർ എന്ന് പറഞ്ഞു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. രണ്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു വർക്കിന് പകരം രണ്ട് ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എത്ര പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര പ്രോസസ്സിംഗ് യൂണിറ്റ്? 1, 2 അല്ലേ, ചിലപ്പോൾ 4 പ്രോസസ്സിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ 8 പ്രോസസ്സിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ 16 പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പം എത്ര നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CPU-നെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? CPU ഈസ് ക്ലാസിഫൈഡ് എന്താണ്? യൂസിങ് നമ്പർ ഓഫ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എന്താണ്? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എന്താണ്? പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് വിളിക്കും? നമുക്ക് അതിനെ വിളിക്കാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിളിക്കാം സിംഗിൾ കോർ. കണ്ടോ, സിംഗിൾ കോർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് വിളിക്കാം സിംഗിൾ കോർ. ഓക്കെ, സിംഗിൾ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് കണ്ടെയ്ൻസ് എന്താണ്? only one പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? വൺ ഇൻസ്ട്രക്ഷൻ ക്യാൻ പെർഫോം അറ്റ് എ ടൈം. ഓക്കെ, CPU ക്യാൻ എക്സിക്യൂട്ട് വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ സിംഗിൾ കോർ മനസ്സിലായി. ഓക്കെ, അപ്പോൾ സിംഗിൾ കോർ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? സിംഗിൾ കോർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൾട്ടി കോർ CPU. മൾട്ടി കോർ CPU ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ട. ഒന്നിൽ കൂടുതൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? മൾട്ടി കോർ പ്രോസസ്സർ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? സോ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് എന്താണ്? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ അല്ലെ, ഒരുപാട് ജോലി ഒരുമിച്ച് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രോസസ്സർ നോക്കാറുണ്ട് അല്ലേ, ഡ്യുവൽ കോർ, കോഡ് കോർ അല്ലേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോർ. എന്തിനാണ് പ്രോസസ്സർ നോക്കുന്നത്? നമ്മളെ കമ്പ്യൂട്ടർ നോക്കുന്നത്, നമ്മുടെ മൊബൈൽ എടുത്താൽ തന്നെ ഒരുപാട് കോർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ്. ഒരുപാട് കോർ ഉണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഒരുപാട് കോർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒരുപാട് ജോലി ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. സിംഗിൾ കോർ, മൾട്ടി കോർ. ഓക്കെ, അതിൽ 2 കോർ വരാം, 4 കോർ വരുമ്പോൾ കോഡ് കോർ, അല്ലെ ഒക്ടാ കോർ, 8 കോർ വരുമ്പോൾ ഒക്ടാ കോർ പ്രോസസ്സർ, അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ എത്ര പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, എത്ര കോർ ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി പി യു എന്ന്. ഇനി നമുക്ക് CPU-ൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് പെർഫോമൻസ് മെട്രിക്സ്. അതായത് ഇപ്പോൾ ഞാൻ നോക്കി, നമ്മളൊരു പണിക്കാരനെ നിർത്തി, അല്ലേ? അവൻ്റെ പെർഫോമൻസ് അവനെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അവൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പണി ചെയ്യാൻ പറഞ്ഞു, അവൻ കൃത്യമായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ്, അതായത് അവൻ്റെ എഫിഷ്യൻസിയും പെർഫോമൻസും. ഓക്കെ, അപ്പോൾ CPU-ൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ. പെർഫോമൻസ് മെയിൻ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. CPU-ൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, അതായത് അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ ഓഫ് കോർ. ഓക്കെ, പെർഫോമൻസ് വാല്യൂ മെട്രിക്. അപ്പോൾ നമ്പർ ഓഫ് കോർ, നിങ്ങൾ തന്നെ പറഞ്ഞ നമ്പർ ഓഫ് കോർ, അതായത് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടുതലായാൽ അത്രയും വർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ. അപ്പോൾ നമ്പർ ഓഫ് കോറിനെ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്താണ്? ഇഫ് നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ് increases then പെർഫോമൻസ് എന്ത് ചെയ്യും? പെർഫോമൻസ് ഓഫ് CPU എന്താണ്? ഇൻക്രീസസ്. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം കൂടുതൽ കോർ ഉണ്ടെങ്കിൽ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നോക്കിയേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ കോർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താ? നമുക്ക് വാങ്ങാൻ കാശ് കൂടും, അല്ലേ? നിങ്ങൾക്ക് ലോ എൻഡ് ഡെസ്ക്ടോപ്പ്, ലോ എൻഡ് ഫോണിലൊക്കെ കുറച്ച് കുറേ കാണുള്ളൂ, അതാണ് സ്ലോ, അല്ലേ? നല്ല ഹൈ എൻഡ് ഫോണൊക്കെ ആകുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഫാസ്റ്റാണ്, കാരണം അവിടെ ഒരുപാട് പ്രോസസ്സിംഗ് യൂണിറ്റും ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോർ കൂടിയാൽ അതിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും? കൂടും. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ക്ലോക്ക് ഫ്രീക്വൻസി. നിങ്ങളിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട, നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ പോകുമ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കി, ഒരു പണിക്കാരൻ, ഇപ്പം നമ്മളൊരു ജോലിയുണ്ട്, നമ്മൾ ഒരു ജോലി ചെയ്യുവാണ്, നമ്മുടെ പാരൻസ് ഉണ്ട് നമുക്ക്, അല്ലേ? നമ്മുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് എടാ വന്ന് പഠിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സീരീസ് ഓഫ് ജോലി ചെയ്യണം, നമ്മുടെ ജോലി എന്താ? പഠിക്കണം. അപ്പോൾ നമ്മുടെ പാരൻസ് 7 മണിയാകുമ്പോൾ എടാ എണീക്ക് പഠിക്കുക എന്ന് പറയും. 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് എടാ പഠിക്കുക, അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. വീണ്ടും പാരൻസ് 1 മണിക്കൂർ എടാ അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. അപ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യുന്നു, അല്ലേ? എടാ ചെയ്യുന്നു പറഞ്ഞ് ട്രിഗർ ചെയ്യുന്നു. ഓക്കെ, ഈ ട്രിഗറിങ് ഉണ്ടോ? നമ്മൾ പഠിക്കുന്ന ട്രിഗർ നമ്മുടെ പാരൻസ് ട്രിഗർ ചെയ്യുന്നു. അതുപോലെ നിങ്ങളൊന്ന് ആലോചിക്കുക, പ്രോസസ്സറിൻ്റെ കഷ്ടം ആലോചിക്കുക. CPU-ന് ഇങ്ങനെ ആരെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടോ? ഇല്ല. പക്ഷേ CPU-ന് എടാ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, ഓക്കെ, എടാ അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, ഓക്കെ, എടാ അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ ട്രിഗർ ചെയ്യണം. അതിനാണ് നമുക്ക് എന്ത് വേണ്ടത്? ക്ലോക്ക് ഫ്രീക്വൻസി വേണം. ഡൗട്ട് ഉണ്ടോ? അതിനാണ് ക്ലോക്ക് ഫ്രീക്വൻസി വേണമെന്നില്ല, ക്ലോക്ക്. ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രോസസ്സും ട്രിഗർ ചെയ്യണം, അല്ലെ? CPU-ന് ട്രിഗർ ചെയ്യണം, ഒന്ന് ഉണർത്തണം. എടാ അടുത്ത പ്രോസസ്സ് അടുത്ത പ്രോസസ്സ്, അല്ലെങ്കിൽ CPU വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യില്ല. ക്ലോക്ക് കൊടുത്താൽ ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലോക്ക് കൊടുത്താൽ പ്രോസസ്സർ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സറിനോട് എടാ റീഡ് ചെയ്യ് എന്ന് പറഞ്ഞു, പെട്ടെന്ന് റൈറ്റ് ചെയ്യ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ പെട്ടെന്ന് ചെയ്യും, അല്ല? റീഡ് ചെയ്യ് ഉണ്ടായിരിക്കും, പ്രോസസ്സർ ഉണ്ടായിരിക്കും. നമ്മളടുത്ത് പറഞ്ഞാലേ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. അതിനാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുക. ഹയർ ദ ക്ലോക്ക് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണെങ്കിൽ പ്രോസസ്സർ എന്തായിരിക്കും? പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പല സബ്ജക്റ്റ് ഞാൻ തന്നെ നിങ്ങൾ പഠിപ്പിക്കും, പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് ഹൈ ദെൻ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഫാസ്റ്റ്ലി. ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളൊരു മൊബൈൽ വാങ്ങുമ്പോൾ അവിടെ പ്രോസസ്സർ നമ്മൾ നോക്കുകയാണ് 2 GHz പ്രോസസ്സർ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് പറയാം, മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. 1 GHz, 2 GHz, അല്ലേ? 3 GHz. ഓക്കെ, അതായത് നിങ്ങൾ നോക്കി 1, 2, 3 GHz എന്താണെന്നൊക്കെ നിങ്ങളിപ്പോൾ അറിയണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. 1, 2, 3 കണ്ടോ? അതായത് ഒരു പ്രോസസ്സറുണ്ട്, അതിന് കൊടുക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസി 1 GHz, അടുത്ത് 2 GHz, 3 GHz. ഇതിൽ ഏതായിരിക്കും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്? നോക്കിയേ, 3 ആണ് കൂടുതൽ, അല്ലേ? അപ്പോൾ 3 GHz പ്രോസസ്സർ ആണെങ്കിൽ പടപടയെന്ന് വർക്ക് ചെയ്യും. 2 GHz ആണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും, 1 GHz ആണെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മൊബൈലിനകത്ത് ഇരിക്കുന്ന പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്താണ് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി. ഇപ്പോൾ 1 GHz, 2 GHz എന്ന്. അപ്പം ഹയർ ദ ക്ലോക്ക് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് പ്രോസസ്സർ എന്ത് ചെയ്യും? വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ. നോക്കി, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ആദ്യം നിങ്ങളെ ബേസിക്സ് പഠിപ്പിക്കും, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് പഠിപ്പിക്കും? CPU പഠിപ്പിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ CPU ബേസ്ഡ് സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഫസ്റ്റ് CPU-നെ കുറിച്ച് എല്ലാം പഠിച്ചു. CPU-നെ കുറിച്ച് എന്തൊക്കെയാണ്
പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CPU എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലേ, ഇനി പ്രത്യേകിച്ച് നോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, CPU-ൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് CPU, ഇതെല്ലാം എന്ത് ചോദിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് വൃത്തിക്ക് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPU, പെർഫോമൻസ് മെട്രിക്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് CPU എന്ന് പഠിക്കേണ്ടത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോട്ട് എഴുതിയൊന്നും സമയം കളയേണ്ട. ക്ലാസ് കഴിഞ്ഞത് ഉടനെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക, നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആ നോട്ട്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, കഴിവതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു കഴിവതും നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഈ സബ്ജക്റ്റ് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ബേസിക്സ് പഠിക്കാതെ, ഓക്കെ, ആദ്യമേ ബേസിക്സ് നിങ്ങൾ പഠിക്കാതെ, ഫസ്റ്റിലെ നിങ്ങൾ നോക്കിയാൽ ബേസിക്സ് പഠിക്കാതെ, നിങ്ങളുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്ന CPU എന്നാണ്. ബേസിക്സ് പഠിക്കാതെ നിങ്ങൾ ആലോചിക്കുക, ആദ്യം CPU, മെമ്മറി, IO കാണാതെ പഠിക്കുകയാണ്. ഓക്കെ, എന്താണ് CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, IO ഡിവൈസ് ഉണ്ട്. മെമ്മറി CPU, IO ഡിവൈസ്, മെമ്മറി CPU, ഇങ്ങനെയൊന്നും പഠിക്കണ്ട. ക്ലിയർ ആയിട്ട് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ.